അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൺമാസ്കിംഗ് അനോമലീസ് ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷാഹുൽ ഹമീദാണ്. ഷാഹുൽ ഹമീദിനെ അൺമാസ്കിങ്ങിൻ്റെ ഓഡിയൻസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് വ്യത്യസ്തമായ ചില ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം സാധാരണ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പുരോഗമന കാലത്ത് മതത്തിൻ്റെ ആവശ്യമുണ്ടോ, പിന്നെ ആധുനിക ലോകത്ത് മതം പ്രസക്തമാണോ? ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ക്യാപ്ഷൻ തന്നെ അവർ പറയാറുണ്ട്, മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകും. ശരിക്കും ഈ ഒരു ആധുനിക ലോകത്ത് മതത്തിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് ആ ഒരു ക്ലെയിമിനെ നമ്മൾ, ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക? ആധുനിക ലോകത്ത് മതത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് ഈ ആധുനിക ലോകം എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമ്മുടെ സോഷ്യൽ വെൽബീയിങ്ങിന്, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത് റിലീജിയൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബോധമില്ലാതെ, ചരിത്രബോധമില്ലാതെ സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മതം ശാസ്ത്രവിരുദ്ധമാണ്, പുരോഗമന വിരുദ്ധമാണ്, ആധുനിക വിരുദ്ധമാണ് എന്ന പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ സ്വഭാവത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഹ്യൂമൻ ഒറിജിൻ മുതൽ ചിന്തിച്ച് നോക്കുക. മനുഷ്യർ വളരെ ചെറിയ കുറച്ച് ഗോത്ര വിഭാഗങ്ങളായി, വെറും 100-150 പേരുള്ള ചെറിയ ഗോത്ര വിഭാഗങ്ങളായി ഒതുങ്ങി നിന്നിരുന്ന മനുഷ്യർ, വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ, ആ മനുഷ്യരെ യൂണിഫൈ ചെയ്തത് എന്താണ്? എപ്പോഴും അങ്ങനെ ചെറിയ കളക്റ്റീവായി ജീവിച്ചിരുന്ന മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയാണ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. സൊസൈറ്റി ഫോം ചെയ്തെങ്കിൽ മാത്രമാണ് പിന്നീട് സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും, സയൻറ്റിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും, സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിലും, ഇതൊക്കെ പിന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി ഒരു ഇന്ന് കാണുന്ന സാമൂഹ്യ ജീവികളാക്കി മനുഷ്യരെ മാറ്റിയത് എന്താണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ ഒരു ബേസിക് നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഖുർആനൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഹ്യൂമൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു തആല പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനോട് മലായികത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ എങ്ങനെയാണ്? പരസ്പരം ചോര ചിന്തുന്ന ഒരു വിഭാഗത്തെയാണോ സൃഷ്ടിക്കാൻ പോകുന്നത്? അപ്പോൾ ശരിക്കും ആ ഒരു ടേം നമ്മൾ സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ ആദിമകാലം തന്നെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് തിയറീസ് ഉണ്ട്. അത് ശരിക്കും പറയുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വത്വ ജീവിയാണ്. ഭാഷയെ അടിസ്ഥാനപരമായിട്ട് വേറെ സ്വത്വങ്ങളായി മനുഷ്യൻ നിൽക്കും. ദേശത്തെ അടിസ്ഥാനമാക്കി, ഗോത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ കൾച്ചറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ബിലീഫിനെ ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, വേറെ ഇപ്പോൾ രാഷ്ട്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഇങ്ങനെ വേറെ വേറെയായി നിൽക്കാനുള്ള ഒരു അടിസ്ഥാന സ്വഭാവം മനുഷ്യനകത്ത് ആദ്യമേ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചില കൾച്ചേഴ്സിലൊക്കെ ഈ ടാറ്റൂസ് ചെയ്യലുണ്ട്. ഈ ടാറ്റൂസ് ചെയ്യുന്നത് പോലും ചില പ്രത്യേക സിഗ്നലിങ്സ്, ഞങ്ങൾ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമകാലങ്ങളിൽ മനുഷ്യർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൻ്റെ ആളല്ലാത്ത ആളുകളെല്ലാം പിന്നെ മനുഷ്യന് ശത്രുവാണ്, അതായത് ഔട്ട് ഗ്രൂപ്പാണ്. അതിന് ഇപ്പോൾ എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ വേറെ വേറെ ഗ്രൂപ്പുകളായി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് അതിജയിക്കുന്നവന് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ അതിജയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടെറിട്ടറീസ് അവന് കീഴിലാകും, അതുപോലെ തന്നെ കൂടുതൽ ഇണകൾ അവന് കീഴിലാകും, അതുപോലെ തന്നെ കൂടുതൽ വിഭവങ്ങൾ അവന് കീഴിലാകും. അപ്പോൾ അർഹതപ്പെട്ടതിൻ്റെ അതിജീവനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനുഷ്യകുലം ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ വേറിട്ട് നിന്ന് യുദ്ധം ചെയ്യാനും മറ്റൊരു വിഭാഗത്തെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന സ്വഭാവമാണ് മനുഷ്യന് ആത്യന്തികമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി വേറിട്ട് നിന്ന്, വിഭജിച്ച് നിന്ന്, വർഗീയമായി ചിന്തിച്ച് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു സ്വഭാവത്തിൽ, പൊട്ടൻഷ്യാലിറ്റിയിൽ ജീവിച്ച മനുഷ്യനെ പിന്നെ എന്താണ് യൂണിഫൈ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനുള്ള മറുപടി റിലീജിയനാണ്, ദി ഐഡിയ ഓഫ് ഗോഡാണ്. ദൈവം എന്നുള്ള ചിന്തയാണ് മനുഷ്യരെ യൂണിഫൈ ചെയ്തത്. ഇത് യൂണിഫൈ ചെയ്യുന്നതിനുള്ള കുറേ പിന്നെ കാരണങ്ങളുണ്ട്. റിലീജിയൻ എന്തുകൊണ്ടാണ് മനുഷ്യനെ യൂണിഫൈ ചെയ്യുന്നത് എന്നുള്ളതിന് അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് ഐഡൻറ്റിറ്റീസ് ആൻഡ് ഷെയർഡ് ബിലീഫ്സ്. പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ഐഡൻറ്റിറ്റീസും ഷെയർ ചെയ്യപ്പെടുന്ന ബിലീഫ്സും മനുഷ്യരെ ഒരുമിപ്പിക്കും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ആളുകൾ ഒരേ ആശയത്തെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരേ ആശയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്കിടയിലുള്ള വൈജാത്യങ്ങൾക്കപ്പുറം നമ്മളെ യൂണിഫൈ ചെയ്യുന്ന ഒരു ഐഡിയ അവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദി ഉമ്മത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫലസ്തീനിലാണെന്നുണ്ടെങ്കിലും കാശ്മീരിലാണെന്നുണ്ടെങ്കിലും ഇനി ഉഗാണ്ടയിലോ വേറെ എവിടെയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിലും അവിടെ നിറമോ ഭാഷയോ ഗോത്രമോ ഇതിനപ്പുറത്തേക്ക് മനുഷ്യരെ യൂണിഫൈ ചെയ്യുന്ന ഒരു ഐഡിയ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിലീജിയൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇസ്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സ്വഭാവത്തിൽ വ്യത്യസ്ത ഗോത്രങ്ങളായി നിലനിന്നിരുന്ന മനുഷ്യരെ യൂണിഫൈ ചെയ്യാൻ
റിലീജിയൻ എന്നുള്ള ഐഡിയക്ക് കഴിഞ്ഞു. അത് ഇവിടെ ഒരു ഐഡൻറ്റിറ്റിയായി മാറണം. റിലീജിയൻ എന്ന് പറയുന്ന വ്യത്യസ്ത കേവലം ഗോത്രങ്ങളുടെ പേരുകൾക്കപ്പുറം മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് റിലീജിയൻസ് മാറുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഇഷ്യൂ ഉള്ളത്, റിലീജിയൻ അവിടെ ഒരു വിഭാഗത്തിലേക്ക് വരുന്നതോടുകൂടെ അവരുടെ മോറൽ കോൺഫ്ലിക്ട്സ് പറയും. മോറൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് വ്യക്തികൾ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ശരി തെറ്റുകളെ നിർവചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ മോറൽ കോൺഫ്ലിക്ട്സ് ആണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ശരിയായിട്ട് തോന്നും, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ തെറ്റായിട്ട് തോന്നും. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകൾ വേർതിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്ട്സ് അധികരിക്കും. കോൺഫ്ലിക്ട്സ് അധികരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ ഡിസോർഡർ ആയിരിക്കും ഉണ്ടാവുക, സോഷ്യൽ ഓർഡർ ഉണ്ടാവില്ല. സോഷ്യൽ ഓർഡർ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഒരു ബെറ്റർ ഹെൽത്തിയർ സൊസൈറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരു റിലീജിയൻ വരുന്നതോടുകൂടെ സംഭവിക്കുന്ന ഒരു കാര്യം, അവർക്ക് ശരി തെറ്റുകളെ സംബന്ധിച്ച ഒരു അടിസ്ഥാനപരമായ ബോധ്യം നൽകുന്നു. അതിലവരെ യൂണിഫൈ ചെയ്യുന്നു. ഇങ്ങനെ യൂണിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു തരം സോഷ്യൽ ഓർഡർ ഉണ്ടാക്കിയെടുക്കാനും മതങ്ങൾക്ക് കഴിയുന്നു. ഇത് ശരിക്കും വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കേരളീയ യുക്തിവാദി സംഘത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. കേരളീയ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 10 നാസ്തികരുണ്ടെങ്കിൽ 100 സംഘടന ഉണ്ടാക്കുന്നവരാണ്. വൈ ഇസ് ദാറ്റ്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ സോഷ്യൽ മീഡിയയിൽ എത്തീസ്റ്റ് തന്നെ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എത്തീസ്റ്റ് സംഘടനകളിൽ പ്രഭാഷണ വേദികളിലൊക്കെ സംസാരിക്കുന്നതാണ്. അദ്ദേഹം പോലും പറയുന്നുണ്ട്, പക്ഷേ അധികം ആളുകളെ അങ്ങനെ അടുപ്പിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, അതിനകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് 10 പേരുണ്ടെങ്കിൽ 100 സംഘടന ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്തുള്ള സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റും. എത്തീസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, എത്തീസത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മോറലായിട്ടുള്ള വിഷയങ്ങളിൽ മുഴുവൻ അടിയാണ്. നമുക്കറിയാം, ലോകത്ത് പറയാൻ കൊള്ളാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ, അതായത് ഇൻസെസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന വിഷയത്തിൽ അടികൂടി തല്ലിപ്പിരിഞ്ഞ ഒരു സംഘടന ലോകത്തെടുത്ത് അത്രയും നാണം കെട്ട ഒരു വിഷയത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് വേറെ വേറെ സംഘടനയായ ഒരു വിഭാഗം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലുള്ള നാസ്തിക സംഘടനയാണ്. നമുക്കറിയാം 2019 ലിറ്റ്മസും ആ വേദിയിൽ നിന്ന് പിന്നെ എന്താണ് പിന്നെ ഇൻസെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ചൊല്ലി ഇവർ 2-3 സംഘടനകളായി മാറിയതൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിയെ സംബന്ധിച്ച് ഒരു അടിസ്ഥാന ബോധ്യം ഇവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ശരിയായി തോന്നും, അപ്പോൾ അവരുടെ കൂടെ തന്നെയുള്ള കുറേ ആൾക്കാർക്ക് അത് തെറ്റാണല്ലോ എന്ന് തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഓർഡറിൽ ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവർ തല്ലിപ്പിരിഞ്ഞ് വേറെ ആവുന്നു. ഇവിടെ ഷാവുൽ പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളും നിൽക്കുക എന്നുള്ളത്. ഇവിടെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഘടകം മതം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം സത്യത്തിൽ മനുഷ്യൻ്റെ പുരോഗതി ലഭ്യമായത് മതത്തിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മനുഷ്യൻ എന്നും വ്യത്യസ്ത ഗോത്രങ്ങളായി ഈ പറഞ്ഞ പ്രശ്നം ഇപ്പോൾ കേരള നാസ്തികതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മനുഷ്യകുലത്തിലൊക്കെ ഉണ്ടായിട്ട് മനുഷ്യൻ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് നിൽക്കും. അവരെ യൂണിഫൈ ചെയ്തത് മതങ്ങളാണ്. അപ്പം പുരോഗതിക്ക് നിദാനം മതം തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പ്രശ്നമാണ്. പുരോഗമന കാലത്ത് മതം പ്രശ്നമാണോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് വേണം പറയാം. അതെ, കാരണം ഇപ്പോൾ പുരോഗമനം എന്ന് പറയുന്നത് എന്താണ്? പുരോഗമനം എന്ന് പറയുന്നത് സൊസൈറ്റി ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ, ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, സ്കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, എൻജിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്ത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാം ഉണ്ടാകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ അതൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ദി ബേസിക് റൂട്ട്, അതിന് അടിത്തറ ഉണ്ടാകുന്ന തന്നെ റിലീജിയൻസ് കാരണമായിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഹ്യൂമൻസ്, എങ്ങനെയാണ് ഹിസ്റ്ററി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹ്യൂമൻ പിന്നെ നാഗരികതകളുടെ പരിവർത്തനം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവൻ ഈ പറയുന്ന യുവാൽ നോഹ ഹരാരി അതുപോലുള്ള എത്തീസ്റ്റിക് സ്കോളേഴ്സ് ഉണ്ട്. അവർ പറയുന്ന ഈ സ്കോളേഴ്സ് പറയുന്ന എന്താണെന്നുള്ളതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയില്ല. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ E.A. ജബ്ബാർ, രവിചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അക്കാദമിക് വേൾഡ് എന്ത് പറയുന്നു എന്നുള്ളതല്ല അവർ നോക്കുക. അവർ ഈ ചരിത്രത്തെയും മതത്തെയും ഇതൊക്കെ നോക്കിക്കാണുന്നത് അവരുടെ മതവിരോധത്തിനനുസരിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്തതെന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മതവിരോധം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷം കൊണ്ട് നടക്കുന്ന തങ്ങളുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ത് നരേറ്റീവാണ് പറയേണ്ടത്, എന്ത് കേട്ടാലാണ് അവർ കൈയടിക്കുക എന്നുള്ളതിനെ നോക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിലുള്ള പ്രശ്നം. പിന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എത്തിസ്റ്റ് ആർഗ്യ എന്നാലും ശരി, സൊസൈറ്റി എന്ന് പറയുന്നത് റിലീജിയൻസിൻ്റെ പിന്നെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് കാണുന്ന ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ എത്തിയത്. ഒക്കെ അത് അംഗീകരിക്കുക. എന്നാലും പക്ഷേ മതം ശാസ്ത്രവിരുദ്ധമാണ്, സോ ആൻഡ് സോ നെറേറ്റീവ്സ്, അതിലുള്ള ഒരു പ്രശ്നവും അവിടെയും എപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള സമൂഹങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് സൊസൈറ്റിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അവിടെ
സൊസൈറ്റി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ്, സമൂഹം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയെ യൂണിഫൈ ചെയ്യുന്ന ആശയം ഐഡിയോളജി അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ റിലീജിയൻസ് ഉണ്ടായതിനു ശേഷമാണ് സൊസൈറ്റി ഡെവലപ്ഡ് ആവുന്നത്. സൊസൈറ്റി ഡെവലപ്ഡ് ആയെങ്കിലാണ് സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ സയൻറ്റിഫിക് എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് അടിസ്ഥാന കാരണമായി വർത്തിക്കുന്ന റിലീജിയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇന്ന് ഈ കാണുന്ന ശാസ്ത്രീയ പുരോഗതികളും അതുപോലെ തന്നെ മാനസിക, മാനവിക, സാമൂഹ്യ പുരോഗതികളെല്ലാം തന്നെ, ആധുനിക പുരോഗതികൾ എന്ന് നമ്മൾ പറയുന്ന എല്ലാം തന്നെ റിലീജിയൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അത് നമുക്ക് സമൂഹത്തിൽ വളരെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിൻ്റെയൊക്കെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം തന്നെ ഉണ്ട്. ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ട് ചരിത്രത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് നോക്കിയാൽ വളരെ ക്ലിയറാണ്. പ്രവാചകൻ്റെ ആഗമനത്തിന് മുമ്പും അറേബ്യയുണ്ട്, പ്രവാചകൻ്റെ ആഗമനത്തിന് ശേഷവും അറേബ്യയുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ ആഗമനത്തിന് മുന്നുള്ള അറേബ്യയിൽ നമുക്ക് ഈ പിന്നെ ഇബ്നു ഹൈതമിനെ പോലെയോ അൽ ഖവാരിസ്മിയെ പോലെയോ അങ്ങനെയൊക്കെയുള്ള കുറേ പണ്ഡിതന്മാരെയോ സയൻറ്റിസ്റ്റുകളെയോ ഫിലോസഫേഴ്സിനെയോ ഒന്നും അതിന് മുന്നുള്ള കാലഘട്ടത്തിൽ കാണുന്നില്ല. അതെന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുന്നുള്ള അറേബ്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഗോത്രീയമായി വിഘടിച്ച് കടന്നിരുന്ന അറേബ്യ ആയിരുന്നു. ആ ഗോത്രങ്ങളെ യൂണിഫൈ ചെയ്ത ഒരു സോഷ്യൽ പവറാക്കി കൊണ്ടുവന്ന ഇസ്ലാമാണ്. അങ്ങനെ ഇസ്ലാം ഒരു സോഷ്യൽ യൂണിഫിക്കേഷൻ നടത്തിയത് കൊണ്ടാണ് പിന്നെ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് പിന്നെ അന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട ലൈബ്രറീസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ചരിത്രപരമായി നമുക്ക് എവിഡൻ്റ് ആണ്, നമുക്കത് കാണാൻ കഴിയുന്ന. അതാണ് പോയിന്റ്. ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഇവർ ചിലപ്പം ചോദിക്കും, ഇങ്ങനെ പിന്നെ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ തമ്മിൽ തല്ല് നിന്ന മനുഷ്യരെ മതം ഒരുമിപ്പിച്ചതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ, ഈ തെളിവ് ഇപ്പോൾ ഷാവുൽ പറഞ്ഞതാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അറേബ്യയുടെ ചരിത്രം നോക്കിയാൽ ഇത് വ്യക്തമാണ്. അവർ പിന്നെ യൂണിഫൈഡ് ആവുകയും ഒരു നല്ലൊരു സമുദായമായി മാറുകയും അതിൽ നിന്ന് പുരോഗതി ഉണ്ടാകുകയും ചെയ്യുകയാണ്. ആ പുരോഗതി പറഞ്ഞാൽ എല്ലാ തലത്തിലുള്ള പുരോഗതിയാണല്ലേ. ഇവൻ ശാസ്ത്രരംഗത്തുള്ള പുരോഗതിയാലും ഇവൻ സയൻറ്റിഫിക് മെത്തേഡിന് വരെ തുടക്കമിട്ട ഒരു ഗോൾഡൻ ഏജിന് നിദാനം ഇതായിരുന്നു എന്നുള്ളതാണ്. അപ്പം മതം തന്നെയാണ് ആധുനികക്കും പുരോഗതിക്കും കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ ഇതൊക്കെ വെച്ചിട്ട്. ഈവൻ ഈ പറയുന്നത് പോലെ 1400 വർഷങ്ങൾക്കുള്ള അറേബ്യയുടെ കേസ് പോലും ഇവിടെ ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കെപ്റ്റിസിസം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്നും പിന്നെ എസ്കേപ്പ് ആവാം. എന്നാൽ നമ്മുടെ മുമ്പിലേക്ക് നോക്കുക, നമ്മുടെ നാട്ടിലെ ഈവൻ ഈ പറയുന്ന ചെറിയ പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ പോലും റിലീജിയസ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ പേരിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ഒക്കെ പേരിൽ ഈ റിലീജിയസ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവിടെ നാസ്തികർ എന്ത് സംഭാവന കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? നാസ്തികർ നടത്തുന്ന ആഗോള സംഭാവന എന്ന് പറയുന്നത് അവർ ഒന്ന് വർഷത്തിലോ മാസത്തിലൊക്കെ ഒരു പിന്നെ ഈ മതവിദ്വേഷം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം കൊടുക്കും. എന്നിട്ട് ആർക്കൊക്കെ ഈ വിദ്വേഷം ഫ്രസ്ട്രേഷനും ആൻറ്റി റിലീജിയസ് ഫ്രസ്ട്രേഷനും ഉണ്ടോ അവർക്കൊക്കെ സ്റ്റേജിൽ നിന്ന് വേണ്ട മതങ്ങളെ എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയാം. അങ്ങനെ അപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്നു. അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യണില്ല. മുമ്പത്തെയൊക്കെ ഈ പിന്നെ നാസ്തികരൊക്കെ ശാസ്ത്ര പ്രചരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇവർ ഈ നാസ്തികതയുടെ പേരും പറഞ്ഞിട്ട് സ്യൂഡോ സയൻസാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ അത്തരം വീഡിയോസൊക്കെ വന്നാണ്. സയൻസിൻ്റെ പേരില്ലാത്ത കാര്യങ്ങൾ, പിന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സ്യൂഡോ സയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇതാണ്. അപ്പോൾ സയൻസിനും പോലും ഗുണമില്ല, മാത്രമല്ല ഒരു അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ സമൂഹത്തിൽ ഒന്നും ചെയ്യണില്ല, പിന്നെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് സമൂഹത്തിന് ചെയ്യുന്നത് മതം തന്നെയാണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും വളരെ എവിഡൻ്റ് ആണ് റിലീജിയൻസ് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി പിന്നെ നോക്കാം, ഇപ്പോൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വലിയ യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവൻ ഈ ആധുനികത എന്നൊക്കെ പറയുമ്പോൾ ഈ ആധുനിക നിയമങ്ങളെ പോലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ റൂട്ടായി വർത്തിച്ചിട്ടുള്ള ഐഡിയാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ നമുക്ക് റിലീജിയൻസിനെ കാണാൻ കഴിയും. ഇപ്പോൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഒറിജിനേറ്റ് ചെയ്യുന്നത് ശരിക്കും ക്രൈസ്തവ പുരോഹിത സഭകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡിൽ ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി ഭാരതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ ഈ നളന്ദ സർവകലാശാല അതുപോലെയുള്ള സർവകലാശാലകളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ പറഞ്ഞ റിലീജിയൻസിന് കഴിയുന്നുണ്ട്. അപ്പോൾ റിലീജിയൻസിനകത്തുള്ള ഒരു പവറാണ് മനുഷ്യരെ യൂണിഫൈ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ യൂണിഫൈയിങ് പവറായിട്ട് അത് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഈ പറഞ്ഞ വ്യത്യസ്ത നാഗരികതകളിലെല്ലാം കാണാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മതി.
എന്തുകൊണ്ടാണ് നമുക്കൊരു എത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാഗരികത സമൂഹത്തിൽ കാണാൻ കഴിയാത്തത്? തീർച്ചയായിട്ടും. കാരണം അത് ഫെയിലിയറാണ്. അതെ. എത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാഗരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സോഷ്യൽ ആയിട്ടുള്ള വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നും പ്രൊവൈഡ് ചെയ്യാനില്ല. അങ്ങനെ ഒരു ഗുണമില്ലാത്തൊരു സാധനത്തിന് മനുഷ്യന്മാർ എടുക്കില്ലല്ലോ. അതുകൊണ്ടാണ് എത്തീസത്തിനെ മനുഷ്യൻ ചരിത്രപരമായിട്ട് തന്നെ നിരാകരിച്ചിട്ടുള്ളത്. അതിനെ കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളത് കൊണ്ടാണ്, അത് സമൂഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ക്ലിയർലി എവിഡൻ്റ് ആണ് മതങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെ പരിവർത്തിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്, ആധുനിക നിയമങ്ങളിലേക്ക് പോലും എങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിൻ്റെയൊക്കെ വരികൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ തുല്യരാണ്, മനുഷ്യർക്കിടയിൽ സമത്വമുണ്ട് എന്നുള്ള ആശയം പറഞ്ഞിട്ട് അതൊരു ക്രിയേറ്ററിൽ നിന്നുള്ള, ക്രിയേറ്ററിനാൽ, ഒരു സൃഷ്ടാവിനാൽ മനുഷ്യർക്ക് നൽകപ്പെട്ട മൂല്യമാണ് എന്നാണ്, ഒരു സൃഷ്ടാവ് കൽപ്പിച്ചു കൊടുത്തൊരു മൂല്യമാണെന്ന് പറഞ്ഞിട്ടാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ കേവലം സയൻറ്റിഫിക് ആയിട്ട് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർ തുല്യരാണെന്ന് പറയാൻ കഴിയില്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല, എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് റീസൺസിനപ്പുറം നമ്മൾ ചില മൂല്യങ്ങളെ അനുവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു റിലീജിയസ് ഐഡിയയാണ്. ഈ റിലീജിയസ് ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നീ കാണുന്ന ആധുനിക സമൂഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, ആധുനികമായിട്ടുള്ള പുരോഗതികളെല്ലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ക്ലിയർലി ചരിത്രബോധമില്ലാതെ കേവലം മതവിരോധം തീർക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴാണ്, ഇപ്പോൾ നമ്മൾ ഈ സി രവിചന്ദ്രനൊക്കെ സംസാരിക്കുന്നുണ്ട, ശരിക്കും ഭയങ്കര കോമഡിയാണ്. പുള്ളി പറയുന്നൊരു കാര്യം, മതങ്ങൾ കാരണം 100 വർഷം 1000 വർഷം, നമ്പറൊക്കെ പിന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇടുന്നതാണ്, അവർക്ക് തോന്നുന്ന നമ്പറൊക്കെ പറയും, 100 വർഷം 1000 വർഷമൊക്കെ പഴകി ഓടുന്ന കാളവണ്ടിയാണ് ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ സയൻസ് ഇറ്റ് സെൽഫ് ഒറിജിനേറ്റ് ചെയ്ത് തന്നെ റിലീജിയൻ കാരണമായിട്ടാണ്. ഈ ബേസിക് ആയിട്ടുള്ള പിന്നെ ചരിത്രബോധമില്ലാതെ സംസാരിക്കുന്നത്, അത് ആളുകളോട് അതൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത് ശരിക്കും കോമാളിത്തരമാണ്. അപ്പോൾ എത്തിസ്റ്റുകൾ അടിസ്ഥാനപരമായി ചരിത്രബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വിഷയം. മാത്രമല്ല ഷാവുൽ ഇപ്പോൾ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരനാണ്, ഞാൻ കോഴിക്കോട് നിന്ന് ആലോചിച്ചപ്പം കോഴിക്കോടത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എടുത്ത് നോക്കും, അത് ആരുണ്ടാക്കി? ഏതെങ്കിലും എത്തിസ്റ്റിൻ്റെ സംഭവമാണ്. ഫറൂഖ് കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി, ജാമോരിയൻസ് കോളേജ്, ഇതൊക്കെ കോഴിക്കോട് സിറ്റിയുടെ പരിസരത്തുള്ള കോളേജുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ ചുറ്റുപാടും തന്നെ നോക്കിയാൽ മതി, നമുക്കറിയാം എന്താ എത്തിസ്റ്റുകൾ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത്. മാത്രമല്ല ഞാൻ വേറെ സ്ഥലത്ത് വായിച്ചിരുന്നു, ശാസ്ത്രലോകത്ത് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെയാണ് ഇവർ കൊന്നു തള്ളിയത്. എന്തിന്? സയൻസ് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ, സയൻസ് പറഞ്ഞതിൻ്റെ പേരിൽ എത്തിസ്റ്റ് ഭരണാധികാരികൾ കൊന്നു തള്ളിയത്. അപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതങ്ങൾ തന്നെയാണ്. ഈ നാസ്തികർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുക മാത്രമാണ് എന്ന് വളരെ എവിഡൻ്റ് ആണല്ലേ. ഷാഹുൽ, മറ്റൊരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, പിന്നെ അതിനെ ഡിസൈൻ ചെയ്തതൊക്കെ ആര് എന്നുള്ള അങ്ങനത്തെ കുറേ വാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ പറയാറുണ്ട് ഈ പ്രപഞ്ചത്തെയൊക്കെ സയൻസ് പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ട്, അതിന് വേറൊരു ഡെഫിനിഷൻ ആവശ്യമില്ല, അതൊക്കെ സയൻസ് കൃത്യമായി ചെയ്യുന്നുണ്ട്, അങ്ങനെ വിശദീകരിച്ച് കഴിയുന്നിടത്ത് ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാറ്. ഒരു ഫാൾസ് നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു സെക്യുലർ സ്വഭാവത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഒരു നരേറ്റീവ് ഭയങ്കരമായിട്ട് ഒരു ഫാൾസ് ബൈനറി ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ വേഴ്സസ് സയൻസ്, ഇത് ശരിക്കും ഒരു ഫാൾസ് മിത്തിക്കലായിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിലീജിയസ് കോൺട്രിബ്യൂഷൻ, അത് വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ ചെറിയ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഗലീലിയോടൊക്കെ കേസൊക്കെ പറഞ്ഞിട്ട് ഗലീലിയോ ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ, അത് ഒന്ന് അങ്ങനെയുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ടല്ല, ഒരു ഐഡിയനെ മൊത്തത്തിൽ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റി അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു മതവും കൊള്ളില്ല എന്ന് പറയുന്നത് ഒരു മണ്ടത്തരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഒരു മനുഷ്യനും കൊള്ളില്ല എന്ന് പോലെ ആർഗ്യുമെന്റ്സ് വയ്ക്കുക. അപ്പോൾ ഒരു ഫാലസി ആണ് ഒന്നാമത്. രണ്ടാമത് ഈ ഗലീലിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് ആണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷാ നടപടിയിലോട്ടും മറ്റൊക്കെ കൊണ്ടുപോയില്ല, അല്ലാതെ ഹീലിയോസെൻട്രിക് മോഡൽ അദ്ദേഹം പരിചയപ്പെടുത്തി എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഫാൾസ് നരേറ്റീവ്സ് നമ്മുടെ സെക്യുലർ മുഖത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഒരു മതം ആണ് പിന്നെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് മതത്തിന് എന്തെങ്കിലും മേൽക്കോയ്മ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു സ്വഭാവത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ സയൻസിൻ്റെ വിഷയത്തിൽ സയൻസ് പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നു എന്നാണ് പറയുന്നത്, പ്രപഞ്ചത്തെ പൂർണ്ണമായും വിശദീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് സയൻസ് നമ്മുടെ പ്രപഞ്ചത്തെയോ പ്രകൃതിയോ വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പിന്നെ കാര്യമായിട്ട് ശാസ്ത്രീയമായി ലോകത്തെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയില്ല. അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നല്ല, ഹ്യൂമൻ ബോഡിനെ കുറിച്ച്, അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിനെ കുറിച്ച് തന്നെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല ഇന്നത്തെ സയൻസിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി വിചാരിക്കുക സയൻസ് യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ടും വായിക്കുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ശരിക്കും സയൻസ് ചെയ്യുന്ന എന്താണ്, നിലനിൽക്കുന്ന ഒരു വേൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ശരിക്കും ഒരു ബുക്കിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് പോലെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമാണ് സയൻസ് ചെയ്യുന്നത്. ഒരു ബുക്കിനെ റീഡ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഓതർ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രയും ഇല്ലോജിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം. ഒരു പുസ്തകം നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ ശരിക്കും ഒരു ക്രിയേറ്ററിനെ പ്രൂവ് ചെയ്യണം. കാരണം എന്താണ്,
ഇങ്ങനെ കൃത്യമായിട്ടുള്ള ലോസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലോസിനനുസരിച്ച് റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് റീഡ് ചെയ്യാൻ കഴിയുന്നത്, അതിന് ഇക്വേഷൻസിലേക്ക് മാറ്റാൻ കഴിയുന്നത്, അതിൻ്റെ വാല്യൂസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇതൊക്കെ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് റെഗുലറായി നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ആ ആർഗ്യുമെൻ്റ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത ആർഗ്യുമെൻ്റാണ്. സയൻസ് കൊണ്ട് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു, പ്രകൃതിയെ റീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ക്രിയേറ്റർ ഇല്ല എന്ന് വാദിക്കുന്നതിലേക്ക് ഒരിക്കലും അത് എത്തുന്നില്ല. അത് വളരെ എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ലോജിക്കൽ റീസണിങ് ആണ്. ഷാവുൽ സൂചിപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മൾ പിന്നെ സയൻസിൻ്റെ ലിമിറ്റേഷൻ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് സയൻസ് ആധികാരികമായി പഠിച്ച ആളുകൾക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻ അറിയാം. പക്ഷേ ഇതുപോലെ എസൻസ് പ്രഭാഷകരും അതിൽ ആധികാരികമായി സയൻസ് പറയുന്നു, ആധികാരികമായി സ്യൂഡോ സയൻസ് പറയുന്ന പലരും അതിൻ്റെ ഈ കൈയടിക്കുന്ന ആളുകൾക്കൊന്നും സയൻസ് കൃത്യമായിട്ട് അറിയില്ല എന്ന് തോന്നും. അപ്പോൾ അവർക്കൊരു സയൻസിൻ്റെ ലിമിറ്റേഷൻ ബോധ്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി വായിക്കാൻ പറ്റി, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള. എനിക്കൊന്നു നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡീസൽ എഞ്ചിൻ, ആ ഡീസൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ആ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കിയ ഒരാളില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു അബദ്ധമല്ലേ അത്? ആ ഒരു ലിമിറ്റേഷൻ പലർക്കും മനസ്സിലാവാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാവില്ല അത്? അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബുക്ക് റീഡ് ചെയ്യുക എന്നുള്ള അതേ ഒരു സെയിം ടൈപ്പ് ഓഫ് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മളൊരു എഞ്ചിൻ കാണുന്ന എഞ്ചിൻ്റെ പ്രവർത്തന തത്വങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ശരിക്കും നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ പ്രകൃതി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആറ്റം ന്യൂക്ലിയസിനകത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ക്രിയേറ്റർ ഇല്ല എന്നല്ല ആവുന്നത്, മറിച്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന, ഇപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ടൈനി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇടത്ത് മാത്രമാണ് അത് വർക്ക് ചെയ്യുക. അത് അതിനപ്പുറത്തേക്ക് വർക്ക് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകമില്ല, ആറ്റമില്ല, ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഏത് നിയമങ്ങൾ ഏത് ഇടങ്ങളിൽ ഏത് രൂപത്തിൽ വർക്ക് ചെയ്യണം, ശരിക്കും ഒരു ഗ്ലൂ നമ്മൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് പോലെ അങ്ങനെ ഫൈനലി ട്യൂൺ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ റെഗുലറായി വർക്ക് ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന ഒരു നേച്ചർ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഒരു ഡീസൽ എഞ്ചിൻ എടുത്തിട്ട് അഴിച്ചു പണിതിട്ട് ഇതിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. സോ ദർ ഈസ് നോ ക്രിയേറ്റർ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര ഇല്ലോജിക്കലാണ്, അത്രേ ആർഗ്യുമെൻറ്റിനുള്ള ഒരു നിലവാരമുള്ളൂ. പിന്നെ ശരിക്കും സയൻസ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ലിമിറ്റ് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. സയൻസിൻ്റെ ലിമിറ്റ് അംഗീകരിക്കുക എന്നുള്ളത്, സയൻസിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ എന്താണ് സയൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അംഗീകരിക്കാൻ. അതല്ലാതെ ഇപ്പോൾ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ടൊന്നുമില്ല, ഒരു ആശയദാരിദ്ര്യ പ്രസ്ഥാനമാണ്. അപ്പോൾ പിന്നെ എന്ത് നല്ലതെന്ന് തോന്നുന്നൊക്കെ ഞങ്ങളുടെയാണെന്ന് പറയുക എന്നുള്ളൊരു സ്വഭാവത്തിലാണ് ഇവർ ഇത് ഞങ്ങളുടെയാണെന്ന് പറയുന്നത്. ഒരു എട്ടുകാലി മൊമോറിസം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ശരിക്കും സയൻസ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്നത് യൂണിവേഴ്സിനകത്ത് കാണുന്ന റെഗുലാരിറ്റീസിനെ റീഡ് ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എപ്പോഴൊക്കെ കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോഴൊക്കെ കോയിൻ താഴെ വീഴുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സയൻസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്, അടിസ്ഥാന സ്വഭാവമാണ്. എപ്പോഴൊക്കെ ഇത് മുകളിലോട്ട് ഇടുന്നു അപ്പോഴൊക്കെ താഴെ വീഴുന്നു എന്നുള്ള അടിസ്ഥാന സ്വഭാവമാണ്. അതിന് കോൺട്രഡിക്ഷൻസ് കാണുന്നത് വരെ അതിനെ ഒരു ലോ ആയിട്ട്, റെഗുലർ ലോ ആയിട്ട് സയൻസ് പരിഗണിക്കും. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന ഫിലോസഫിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴൊക്കെ ഇത് കോയിൻ ടോസ് ചെയ്യുന്നോ, ഇവിടെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ താഴെ വീഴുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അമേരിക്കയിൽ ടോസ് ചെയ്താലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇത് തന്നെ എല്ലാ സ്പേഷ്യൽ ലൊക്കേഷൻസിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളൊരു റീസണിങ്ങിലേക്ക് സയൻസ് എത്തും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ശരിക്കും പ്രപഞ്ചത്തിലെ എല്ലാ കോണിലും പോയി ടോസ് ചെയ്തിട്ടല്ല സയൻസ് ഈ കൺക്ലൂഷനിലോട്ട് എത്തുന്നത്, മറിച്ച് നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഒബ്സർവേഷനിൽ നിന്നും പ്രകൃതി നിയമത്തെ അസ്യൂം ചെയ്തെടുക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്വഭാവത്തിലുള്ള റെഗുലാരിറ്റീസിനെ സയൻസ് അസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് പ്യുവർലി ഫിലോസഫിക്കലാണ്. സാധാരണ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള ഒരു സംവാദത്തിൽ പോലും ഈ സി രവിചന്ദ്രൻ പറയുന്നുണ്ട്, ഫിലോസഫി എന്ന് പറയുന്നത് സ്വപ്നാടനമാണ്, നമ്മളത് എടുക്കൂല എന്നൊക്കെ പറയുന്നത്. സയൻസ് ഈസ് ഫിലോസഫി, പ്രാക്ടിക്കൽ ഫിലോസഫിയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ഫിലോസഫിന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് സയൻസ് എന്താണെന്ന് മനസ്സിലായില്ല, ഫിലോസഫി എന്താണെന്ന് മനസ്സിലായില്ല, റിലീജിയനും അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ വിക്കിപീഡിയന്നോ മറ്റോ കിട്ടുന്ന സാധനം അതുപോലെ പറയുന്നതാണ് പിന്നെ യാഥാർത്ഥ്യം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ സയൻസിൽ കോൺസ്റ്റൻറ്റുകളെ മനസ്സിലാക്കലുണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G=2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൺസിഡർ ചെയ്യലുണ്ട്. പക്ഷേ സയൻസിൻ്റെ മെത്തേഡ് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ റീസണിങ് അല്ല, ഫിലോസഫിക്കൽ റീസണിങ് അല്ല, മറിച്ച് പ്യുവർലി നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു കാര്യം എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ. അങ്ങനെയാണെന്നുണ്ടെങ്കിലുള്ളൊരു പ്രശ്നം,
ഇന്നത്തേതുപോലെ തന്നെ നാളെയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വർക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ കഴിയാം? ടുമോറോനെ നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല, ഫ്യൂച്ചറെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല, എന്ന് മാത്രമല്ല നമ്മുടെ പാസ്റ്റിനെയും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. പ്രപഞ്ചം 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. മനുഷ്യരുണ്ടാക്കിയിട്ട് വളരെ ചെറിയ സമയം മാത്രമായിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലത്ത് മുഴുവൻ പ്രകാശം ഇന്ന സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തത്, പ്രകാശത്തിൻ്റെ വേഗത ഇതായിരുന്നു, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വേഗത ഇതായിരുന്നു എന്നുള്ളത് എന്തടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും? അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള ഡാറ്റ എടുക്കുന്നു, ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് എത്താവുന്ന ബെസ്റ്റ് റാഷണൽ കൺക്ലൂഷൻ എന്താണെന്ന് സംസാരിക്കുകയാണ് വാസ്തവത്തിൽ സയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയൻസിലുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നാസ്തികർക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ റിലീജിയൻ പലപ്പോഴും സയൻറ്റിഫിക് ലോസിനെ അംഗീകരിക്കുന്നില്ല, കാരണം മിറാക്കിൾസ് വരുന്നുണ്ട്, ഇപ്പോൾ പ്രവാചകൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് മതങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും റിലീജിയൻസ് ഒരു അൺസയൻറ്റിഫിക് ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പിന്നെ ആകെ പറയാറുള്ള ഒരു കാര്യം. ശരിക്കും അതുപോലെ ഇവർക്ക് സയൻസ് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് റെഗുലാരിറ്റിനെ റീഡ് ചെയ്യും, ആ റെഗുലാരിറ്റീസിനെ ലോസ് എന്ന് വിളിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അത് താഴോട്ട് വീഴുന്നു. ഇത് താഴോട്ട് വീഴുന്നത് ഒരിക്കലും ഒരു മിറാക്കിളായിട്ട് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്, ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും അത് തന്നെയാണ് റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴൊക്കെ കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോഴല്ല അത് താഴെ വീഴുന്നത്. സോ ഇറ്റ് ഈസ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്നുള്ളതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന് അങ്ങനെ തോന്നുന്നതാണ്. ഇനി വേറൊരു കാര്യം ചിന്തിച്ച് നോക്കാം, എപ്പോഴൊക്കെ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, എപ്പോഴൊക്കെ കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോഴെല്ലാം ആ കോയിൻ ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോകണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമതും അത് തന്നെ കാണുന്നു, മൂന്നാമത് കാണുമ്പോൾ സർപ്രൈസിങ് കുറച്ച് കുറയും. 1000 പ്രാവശ്യം അത് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഒരു വ്യക്തിക്ക് ഒരു സർപ്രൈസിങ് ഉണ്ടാവില്ല. അത് തന്നെ മില്യൺ ബില്യൺ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സർപ്രൈസിങ് അറ്റ് ആൾ, സർപ്രൈസിങ് തന്നെ ആയിരിക്കില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യത്തിൽ മിറാക്കിൾ ആയിരുന്നൊരു കാര്യം രണ്ടാമത് മിറാക്കിൾ അല്ലാതെ ആയി മാറിയത്? അതിൻ്റെ റെഗുലർ നേച്ചർ കൊണ്ടാണ്. അപ്പോൾ റെഗുലറായിട്ടൊരു മിറാക്കിൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മിറാക്കിൾ അല്ല എന്ന് വിളിക്കാം. ശരിക്കും അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ശരിക്കും എന്താണ്? മിറാക്കിളാണ്. ആറ്റംസ് ഈ സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്നത് മിറാക്കിളാണ്. ഈ കാണുന്ന പ്രകൃതിയും പ്രപഞ്ചവും ഈ ഒരു പ്രത്യേക സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്നത് മിറാക്കിളാണ്. അതിൻ്റെ ജനറൽ സ്വഭാവം അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് മിറാക്കിൾ അല്ലാതായി തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ഇനി മിറാക്കിൾസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ ഇഫ് ഗോഡ് എക്സിസ്റ്റ് മിറാക്കിൾസ് ആർ പോസിബിൾ. ഇപ്പോൾ പ്രപഞ്ചവും പ്രകൃതിയും ആ രൂപത്തിൽ സംവിധാനിച്ചത് ദൈവമാണ് എങ്കിൽ അതിലൊരു പ്രത്യേക സമയത്ത് അതിൽ മാറ്റം ഉണ്ടാക്കാനും ആ പറയുന്ന ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമ്പോൾ സയൻസ് ശരിക്കും ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് കോഴ്സുകളെ റീഡ് ചെയ്യുക മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ ഡോമിനോസിനെ സങ്കല്പിക്കാം. ഇപ്പോൾ ഒന്നിന് ശേഷം പിറകിൽ മറ്റൊന്ന് എന്നിങ്ങനെ കുറേ ഡോമിനോസ് ഇങ്ങനെ സമാന്തരമായി അടുക്കി വെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോമിനോ വീണ് കഴിഞ്ഞാൽ മറ്റു ഡോമിനോകളെല്ലാം നിരയായിട്ട് വീഴുകയും ചെയ്യും. ഇതിൽ സയൻസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ ഇതിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡോമിനോസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മാത്രമാണ് സയൻസ് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ അത് എന്തിലോട്ടാണ് ലീഡ് ചെയ്യുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് അനദർ എക്സ് റീസൺ. ഒരു പക്ഷേ പറയാം എന്തെങ്കിലും ഗ്രാവിറ്റോൺ കണികകൾ കൊണ്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പേസ് ടൈം കർവേച്ചർ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പിന്നെ ഐൻസ്റ്റീൻ്റെ ഒക്കെ കോൺസെപ്റ്റ് പറയാം. പക്ഷെ അവിടെയും ഉത്തരവാകുന്നില്ലല്ലോ. സയൻസ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒന്ന് പിറകിലേക്ക് മാറ്റി വെച്ചു. ഈ ഡോമിനോസിൻ്റെ കേസിൽ എന്തുകൊണ്ട് ഈ ഡോമിനോ വീണു എന്നുള്ളതിനുള്ള ഉത്തരമായിട്ട് ഒന്ന് പിറകിലോട്ട് അത് മറ്റൊരു ഡോമിനോ കാരനായിട്ട് വീണു എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ട് ഗ്രാവിറ്റി എന്നുള്ളതിന് ഗ്രാവിറ്റോൺ അല്ലെങ്കിൽ സ്പേസ് ടൈം കർവേച്ചർ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തുകൊണ്ട് സ്പേസ് ടൈം കർവേച്ചർ, എന്തുകൊണ്ട് സ്പേസ് ടൈം കർവേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് സ്പേസ് ടൈം കർവേച്ചർ ആ സ്വഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് അത് ഗ്രാവിറ്റി ആയിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ തന്നെ പിന്നെ ഗ്രാവിറ്റി ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യപ്പെടുക മാത്രമാണ് ശരിക്കും സയൻസിൽ സംഭവിക്കുന്നത്. നമ്മൾ പിറകിലോട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും സയൻസ് അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ഡോമിനേഴ്സിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനോ വീണത് മറ്റൊരു ഡോമിനോ കൊണ്ടാണ് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഒരു അൾട്ടിമേറ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ അതെന്തുകൊണ്ട് സംഭവിച്ചു, പിന്നെ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പിറകിലോട്ട് പോകുകയല്ലാതെ അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ട് അത് ആ സ്വഭാവത്തിൽ സംഭവിച്ചു എന്നുള്ളതിനുള്ള ഉത്തരം ഈ ഇൻ്റർമീഡിയറ്റ് കോഴ്സുകൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഗ്രാവിറ്റി എന്നുള്ളത്, ഗ്രാവിറ്റിനെ നമുക്ക് ഗ്രാവിറ്റി ഉണ്ട് എന്ന് പറയാം, പക്ഷേ എന്തുകൊണ്ടത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ നേച്ചറിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതിനുള്ള വിശദീകരണം ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ സയൻസ് ശരിക്കും
ഫണ്ടമെൻ്റലി ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റെഗുലർ നേച്ചറിനെ കുറിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിനി റീച്ച് ചെയ്യുന്നത് ഒരു അൾട്ടിമേറ്റ് കോസിലേക്കാണെന്ന് വിചാരിക്കാം. അൾട്ടിമേറ്റ് കോസിനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കാം. ഈ അൾട്ടിമേറ്റ് കോസിൽ ഡിപ്പെൻഡഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഡോമിനോസിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് ഡോമിനോസ് അതെ ഒരു കിട്ടുന്ന ഒരു ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് എന്തുകൊണ്ട് ആ ഡോമിനോ നിരകളെല്ലാം വീണു എന്നുള്ളതിനുള്ള ഉത്തരം അൾട്ടിമേറ്റ് ആയിട്ട് അതിനെ വീഴ്ത്തിയ, അതിൻ്റെ ആദ്യത്തിൽ അതിനെ വീഴ്ത്തിയ ഒരു കോസ്, ഒരു കാരണം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കോസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോസ് നിശ്ചയിച്ചത് എന്താണോ അത് മാത്രമാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ശരിക്കും ഇപ്പോൾ എത്തീസത്തിൻ്റെ ഒരു പ്രധാന ആർഗ്യുമെൻ്റ് തന്നെ റാൻഡംനെസ് പ്രകൃതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും റാൻഡംനെസ് എന്ന് പറയുന്ന ഐഡിയ തന്നെ ഇഗ്നോറൻസിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പിന്നെ ഫിസിക്സിലൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഈ സാധാരണയായിട്ട് ഈ ക്യാരംസ് ഒക്കെ ഉണ്ടല്ലോ ഗെയിം, അതിലൊരു സ്ട്രൈക്കർ കൊണ്ട് മറ്റുള്ളതിലേക്ക് അടിക്കുമ്പോൾ റാൻഡമായിട്ട് അത് ഇങ്ങനെ പോകുന്നു, അത് റാൻഡമായിട്ട് മറ്റൊരു കോയിനിൽ പോയി തട്ടുന്നു, റാൻഡമായിട്ട് ചില കോയിൻസ് നീങ്ങുന്നു, ചിലത് പോയിട്ട് ആ ഒരു പോക്കറ്റിൽ പോയി വീഴുന്നു. ഇതായിരിക്കും ഒരു സയൻറ്റിഫിക് ഐഡിയ ഇല്ലാത്ത അല്ലെങ്കിൽ ഫിസിക്സിലോ ഒന്നും തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ആ വ്യക്തി അത് മനസ്സിലാക്കുക. പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അടിക്കുന്നതിന് മുമ്പ് തന്നെ ആ അടിക്കുന്ന മൊമെൻറ്റിൽ തന്നെ അവിടെ സംഭവിക്കേണ്ടത് എന്താണ് എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഫിസിക്സ് പറയാം. എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോഴ്സാണോ ആ സ്ട്രൈക്കറിൽ പ്രയോഗിച്ചത്, അവിടെയുള്ള പ്രതലത്തിൻ്റെ മിനുസം, അതുപോലെ തന്നെ ചുറ്റുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെയുള്ള എക്സ്ട്രാ എലമെൻറ്റ്സ്, ഇതെല്ലാം പരിഗണിച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാം മാത്തമാറ്റിക്കലി നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, റാൻഡം ആയിക്കൊണ്ട് എന്തൊക്കെയോ അവിടെ സംഭവിച്ചെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും മാത്തമാറ്റിക്കലായി സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഇതിനെ റീഡ് ചെയ്യാൻ കഴിയും. മുന്നേയുള്ള കാര്യങ്ങളെ പ്രവചിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയുമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെ തന്നെ അല്ലേ. കാരണം യൂണിവേഴ്സിലെ ഓരോ ഇവൻറ്റുകളും ഇന്നുള്ള പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഓരോ ആറ്റംസിൻ്റെയും മൊമെൻറ്റം, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ അതിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, അതിൻ്റെ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് മനസ്സിലാക്കുകയാണ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് അതിൻ്റെ ഡാറ്റ മുഴുവൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി 10 വർഷങ്ങൾക്ക് ശേഷം സലാഹിക്കയുടെ വലത് കൈ എവിടെയായിരിക്കും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളത് ആ സൂപ്പർ കമ്പ്യൂട്ടറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം ഈ പറഞ്ഞ ഡാറ്റ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഈ ഇവൻറ്റിൽ സംഭവിച്ച കാര്യങ്ങളുടെ നെസസറി റിസൾട്ടാണ്, നെസസറി എഫക്റ്റാണ് നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നെസസറി ഇഫക്റ്റാണ് നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യം ഈ ഒരു ഫസ്റ്റ് ഇവൻറ്റിൻ്റെ നെസസറി ഇഫക്റ്റാണ്, നെസസറി റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല, എല്ലാം പ്രീ പ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിഗ് ബാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിഗ് ബാങ്ങിലെ ഫസ്റ്റ് ഇവൻറ്റിലുള്ള ഈ പ്രപഞ്ചത്തിലെ കണികകളുടെ സ്ഥാനത്തിനെ, മൊമെൻറ്റത്തിനെ, നേച്ചറിനെ, അവിടെ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം 2024 നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും അവിടെ പ്രീ പ്ലാൻഡ് ആണ്. ഇസ്ലാമിക് ഐഡിയയിൽ പറയുന്നുണ്ടെങ്കിൽ വിധിയുടെ ഭാഗമായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണെന്നുള്ള. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം പ്രീ പ്ലാൻഡായി ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിച്ച് സംഭവിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ മിറാക്കിൾസ് പോസിബിൾ ആണ്. ദൈവം ഇച്ഛിക്കുന്നിടത്ത് ഇച്ഛിക്കുന്ന പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇനി ക്വാണ്ടം മെക്കാനിക്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടില്ല. എന്തുകൊണ്ട് എ ആക്ച്വലൈസ്ഡ് ആയി ഓവർ ബി എന്നുള്ളതിനുള്ള ആൻസർ കിട്ടില്ല എന്നൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുക. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമുക്ക് പലപ്പോഴും പ്രപഞ്ചത്തെയും പ്രകൃതിയും വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഭൗതികമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാതെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഗോഡിനുള്ള ഡയറക്റ്റ് ഇൻ്റർവെൻഷനുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് പോലുമാണ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലത്താണ് പ്രകൃതിയിൽ കാണുന്ന കുറച്ച് റെഗുലാരിറ്റീസിനെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് മിറാക്കിൾസ് പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ നേരമായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ പൊട്ടക്കിണറിലെ തവളകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അവർ അതിൽ അഹങ്കരിക്കണം. അതായത് അത് സമ്മതിക്കാത്ത നമ്മളെ പോലുള്ള ആളുകൾ പ്രാകൃതരാണ്, അപരിഷ്കൃതരാണ്. നിങ്ങൾ സയൻസിലോട്ട് നോക്കൂ, സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത പ്രശ്നമാണ് ഈ എത്തീസത്തിൻ്റെ ബേസിക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എത്തീസ്റ്റുകൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം ചെയ്യുന്നത്.
തീർച്ചയായിട്ടും അത് ക്ലിയറാണ് ഷാവുൽ ഈ റാൻഡമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ക്യാരംസ് ബോർഡിൻ്റെ സ്ട്രൈക്കറിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊരു നോളജ് ഇല്ലാത്തപ്പോഴാണ് ഇവർ റാൻഡമായിട്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിവാക്കണം. എനിക്ക് തോന്നുന്നു ഒരു മതവിശ്വാസികൾക്കെതിരെ ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നുള്ളത്. ഇത് ഇവർക്ക് അറിയാത്തടുത്ത് ഒരു റാൻഡം കൊണ്ട് ഫിറ്റ് ചെയ്യാമെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ ബയോളജിക്കൽ വ്യൂവിൽ നോക്കുമ്പം ഇവരും സാധാരണ പറയാറുണ്ട് ഈ എവല്യൂഷനൊക്കെ പറ്റി പറയുമ്പം, കാരണം എവല്യൂഷനാണ് ഇവരിപ്പം ദൈവമില്ല എന്നുള്ളത് തെളിവ് എന്താണ് എവല്യൂഷനാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ റാൻഡമായിട്ട് മ്യൂട്ടേഷൻ നടക്കുന്നു. എനിക്കൊന്നും സത്യത്തിൽ മ്യൂട്ടേഷൻ റാൻഡം അല്ല എന്ന് പുതിയ സ്റ്റഡീസ്, ഈ അടുത്ത സ്റ്റഡീസൊക്കെ ഒതൻറ്റിക് സ്റ്റഡീസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റാൻഡമായിട്ട് നടക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ മറ്റ് ജനറ്റിക് കോഡിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. മ്യൂട്ടേഷൻ റാൻഡം അല്ല, അങ്ങനെ റാൻഡമായി മ്യൂട്ടേഷൻ നടന്നാൽ ജീവൻ സാധ്യമല്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തടത്താണ് ഈ ഒരു റാൻഡം എന്നുള്ളൊരു വേർഡ് ഇട്ട് അവർ കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ബയോളജിക്കൽ എവല്യൂഷൻ, ഈ എവല്യൂഷൻ ശരിക്കും ഈ രൂപത്തിൽ ഒക്കെ പറഞ്ഞു വന്ന് ദൈവത്തെ നിരാകരിക്കുന്നുണ്ടോ, പരിണാമം നടന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഈ ഒരു ആർഗ്യുമെൻറ്റിനെ എങ്ങനെയാണ് ഷാവുൽ കൗണ്ടർ ചെയ്യുക? ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഡോക്കിൻസിനെയൊക്കെ ശരിക്കും ഒരു എത്തിസ്റ്റ് ആക്കുന്നത് ഈ എവല്യൂഷനാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവല്യൂഷൻ ഉണ്ട്, അത് ബയോളജിക്കൽ വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ആവശ്യം. അദ്ദേഹം ഇങ്ങനെ ഈ പറഞ്ഞ ടേം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, റാൻഡം ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഫിലോസഫിയിൽ കാര്യമായി ബോധമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം എത്തിസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പിന്നെ ഈ റിച്ചാർഡ് ഡോക്കിൻസ് അതുപോലെ പിന്നെ ഇന്നീ കാണുന്ന കുറച്ച് ആളുകൾ എത്തിസ്റ്റ് ആയിരിക്കുന്നത് അതിനുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയ്ക്ക് പുറത്ത് ബോധമില്ലാതെ വിവരമില്ലാതെ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരിസ്റ്റോട്ടലിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിലോസഫേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിയോളജിയിൽ ഐഡിയ ഉണ്ടാവും, അവർക്ക് ഫിലോസഫിയിൽ നാച്ചുറൽ സയൻസസ് കെമിസ്ട്രി ഫിസിക്സ് ഇതൊക്കെ അവരുടെ തലയായിരിക്കും. അതായത് അവർക്ക് ഓവറാൾ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പരിമിതിയായിരിക്കും അത് നമ്മളിങ്ങനെ വളരെ ടൈനി ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കായിരിക്കും ഫോക്കസ്ഡ് ആവുക. ഇപ്പോൾ ഡോക്കിൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ബയോളജിയിൽ തന്നെ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ചില പെർട്ടിക്കുലർ വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള ഫിലോസഫി എങ്ങനെയാണ് റീസൺസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് നമ്മൾ എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ ശരിക്കും LKG പിള്ളേരുടെ വിവരം പോലും ഇല്ലാതെയാണ് ഈ ഡോക്കിൻസ്. അതായത് വേൾഡ്സ് ലീഡിങ് ഫിഗറാണ്, അദ്ദേഹം സംസാരിക്കുന്ന ആ സ്വഭാവത്തിലാണ്. അപ്പോൾ ഇവർ എവല്യൂഷനെ വ്യാപകമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം അവരിങ്ങനെ നോക്കുമ്പോൾ എവല്യൂഷൻ എന്നുള്ള ഐഡിയനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ റാൻഡമായിക്കൊണ്ട് കാര്യങ്ങൾ സംഭവിക്കാമെന്ന് സ്ഥാപിക്കപ്പെടുന്നു. ബയോളജിക്കലായിട്ട് ജീവലോകത്ത് നിന്ന് ഏത് ജീവി അങ്ങനെ റാൻഡമായി സംഭവിക്കാം, അപ്പോൾ പിന്നെ ഒരു ക്രിയേറ്ററിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതിലുള്ള ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് റാൻഡംനെസ് എന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ ക്യാരം ബോർഡിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ക്യാരം ബോർഡിൽ ഒരു അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം റാൻഡമാണ്. എന്നാൽ അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാം അത് റാൻഡം ആയിട്ടല്ല സംഭവിക്കുന്നത്. അവിടെ ആ ഒരു സ്ട്രൈക്കറിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോഴ്സ്, അതുപോലെ തന്നെ അവിടെയുള്ള പ്രതലത്തിൽ ഉള്ള ബലം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു റെസ്ട്രിക്ഷൻസ്, മറ്റു സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ, ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോഴ്സിൽ ഇത് സ്ട്രൈക്ക് ചെയ്യപ്പെടുമ്പോൾ എത്ര ദൂരം അത് പോകും എന്നുള്ളതും, എത്ര ഫോഴ്സിലായിരിക്കും മറ്റൊരു കോയിനിൽ പോയി അത് ഇടിക്കുക എന്നുള്ളതും, പിന്നെ എന്തൊക്കെ റിസൾട്ടാണ് അവിടെ സംഭവിക്കുക എന്നുള്ളതും ഒക്കെ നമുക്കിങ്ങനെ മാത്തമാറ്റിക്കലി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന വിഷയത്തിൽ തന്നെ കോയിൻ ടോസ് ചെയ്യുന്ന റാൻഡം ആണെന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അതേസമയം കോയിൻ്റെ ഏത് പുറമാണ് നമ്മൾ ടോസ് ചെയ്യാൻ യൂസ് ചെയ്തത്, എത്ര ഫോഴ്സിലാണ് അത് മുകളിലോട്ട് ഉയർത്തിയത്, എത്ര ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പുറമാണ് കോയിൻ്റെ ഏത് പുറമാണ് ഫൈനലി നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ 2 സാധ്യത മാത്രമാണ് ഉള്ളത് പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ. ഒന്ന്, യൂണിവേഴ്സ് ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം, എല്ലാം മുൻനിശ്ചയ സ്വഭാവത്തിൽ സംഭവിക്കണം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുൻനിശ്ചയത്വമല്ല, റാൻഡം ആയിക്കൊണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഈ 2 ഓപ്ഷനെ നമുക്ക് എടുക്കാനുള്ളൂ. ഒന്നുകിൽ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് പിന്നെ ഗോഡിലേക്ക് എത്തും. ഫസ്റ്റ് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത പ്രയർ കോസിലേക്ക് അത് ചെന്ന് നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതേത് ജീവജാലങ്ങൾ ഏതേത് കാലങ്ങളിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് പ്രകൃതിയുടെ ഓരോ അടിസ്ഥാന കണികയിലും കോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിയേഷൻ എന്നുള്ള ഐഡിയനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന റാൻഡം ആയിട്ട് നടക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ വിധി അനുസരിച്ചുകൊണ്ട് ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു ഇർറിലീജിയസ് കോൺസെപ്റ്റ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിറ്റർമിനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഗോഡിലേക്ക് എത്തി, ഗോഡിൻ്റെ ക്രിയേഷനാണ്. ഈവൻ എവല്യൂഷൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് പോലും ഗോഡിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി എത്തിസ്റ്റുകൾക്ക് വേറൊരു ആർഗ്യുമെൻ്റ് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോടുകൂടെ ഇൻഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാമെന്ന് സയൻസ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇനി ഏറ്റവും പോകാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമമാണ്. അത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ പോലും അവിടെയും വരുന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രയർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കോസ് കൊണ്ടല്ലാതെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പിന്നെ ഇവിടെ പറയുന്നത്. അതായത് ഇൻഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭൗതികമായ മുൻകാരണത്താലല്ലാതെ ചില കാര്യങ്ങൾ സംഭവിക്കാം, ഭൗതികമായി മുൻ വിശദീകരിക്കാൻ കഴിയാത്ത സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗോഡിൻ്റെ ഈ മിറാക്കുലസ് ക്രിയേഷൻ എന്നൊക്കെ പറയില്ലേ, ദൈവം ഇച്ഛിക്കുന്ന ഇടങ്ങളിൽ ഇച്ഛിക്കുന്ന സ്വഭാവത്തിലുള്ള മ്യൂട്ടേഷനുകൾ, ഇച്ഛിക്കുന്ന സ്വഭാവത്തിലുള്ള ജീവലോകത്തെ ആ സ്വഭാവത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു മിറാക്കിൾ നേച്ചറിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഐഡിയനെ ജസ്റ്റിഫൈ ചെയ്യണത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാലും, അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും അത് ദൈവമില്ല എന്നുള്ളതിലേക്ക് എത്തില്ല, അത് ദൈവത്തെ നിരാകരിക്കില്ല എന്ന് മാത്രമല്ല അത് ഗോഡിലേക്ക് എത്തുകയും ചെയ്യും എന്ന് മാത്രമല്ല. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഉള്ള കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എത്തിസ്റ്റുകൾ ശരിക്കും ഒന്ന് നോക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ മോഡേൺ ഫിസിക്സിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നുള്ള ഒരു പരീക്ഷണമുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്ലിറ്റുകളിലൂടെ, 2 സ്ലിറ്റുകളിലൂടെ നമ്മൾ ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിനെ കടത്തിവിടുമ്പോൾ അത് വേവായിട്ടും അതുപോലെ തന്നെ പാർട്ടിക്കിൾസായിട്ടും ഒരേ സമയം ബിഹേവ് ചെയ്യുന്നതായിട്ട് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതേസമയം നമ്മൾ കൃത്യമായിട്ട് ഏത് പാർട്ടിക്കിൾ ഏത് സ്ലിറ്റിലൂടെയാണ് പോകുന്നത് എന്ന് ഒബ്സേർവ് ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പാർട്ടിക്കിൾ മാത്രമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പുറത്ത് നിന്നുള്ള ഒബ്സർവറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രകൃതി മാറി സഞ്ചരിക്കുന്നു. ഈ പാർട്ടിക്കിൾസ് അതിനനുസരിച്ച് അതിൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്സർവറിൻ്റെ സ്വാധീനം മൂലം പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ പാർട്ടിക്കിൾസ് മാറി ബിഹേവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്സർവറിനെ അനുസരിച്ച് ക്വാണ്ടം വേൾഡ് മാറി ബിഹേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിനനുസരിച്ച് ഈ യൂണിവേഴ്സും ബിഹേവ് ചെയ്യാം. അതായത് ഇവൻറ്റ്സ് ടു ഇവൻറ്റുകൾക്കിടയിൽ തന്നെ ഒരു ക്രിയേറ്ററിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സ്വഭാവത്തിലാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു റീഡിംഗ് കൂടെ ഉണ്ട്. ഈ ക്വാണ്ടം മെക്കാനിക്സിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള റീഡിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് സ്പെഷ്യൽ ഇൻ്റർവെൻഷൻ ഓഫ് ക്രിയേറ്റർ, ഈ പറഞ്ഞ പോലെ മിറാക്കിൾസ് സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതി എന്നുള്ളതും സയൻറ്റിഫിക്കായിട്ട് തന്നെ പോസിബിളാണ്. അതുപോലെ തന്നെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് എല്ലാം ദൈവത്തിൻ്റെ മുന്നീച്ചയ പ്രകാരം, അതിന് നമ്മൾ സാധാരണയായിട്ട് ജനറൽ ഡിവൈൻ ആക്ഷൻ എന്നാണ് പറയുക, ജനറലായിട്ടുള്ള ദൈവത്തിൻ്റെ ക്രിയേഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക് വേൾഡിനകത്ത് പോസിബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം എത്തീസ്റ്റുകൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ എവല്യൂഷനെ കൊണ്ടുവന്നിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എവല്യൂഷനെ കൊണ്ടുവരുന്നത്, ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഇമ്പോസിബിലിറ്റി ഇതിനകത്ത് നിന്ന് കിട്ടൂല. ഇതിനകത്ത് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ ആ പോസിബിലിറ്റീസ് എല്ലാം ലീഡ് ചെയ്യുന്നത് ഗോഡിലേക്കാണ്. ഗോഡ് എന്ന് പറഞ്ഞ ഐഡിയ ഇല്ലാതെ ഈ കാണുന്ന പ്രപഞ്ചത്തെയോ പ്രകൃതിയെയോ വിശദീകരിക്കാൻ കഴിയില്ല, റാഷണലായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. അത് എന്താണ് എവിഡൻസ്, എങ്ങനെയാണ് നമ്മൾ ഡാറ്റകൾ അനലൈസ് ചെയ്യുക എന്ന പോലുള്ള കാര്യങ്ങളോട്ട് വരുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളും കൂടി സംസാരിക്കും. സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് സാധാരണ അവർ പറയാറുണ്ട് ചാൾസ് ഡാർവിൻ എവല്യൂഷൻ എന്താണെന്ന് വിശദീകരിച്ചതാണ്, ഇനി അതിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല, എനിക്കൊക്കെ മനസ്സിലായി എന്നാണ്. സത്യത്തിൽ ഇവർക്ക് എന്താണ് പരിണാമവാദം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ പറഞ്ഞപ്പോൾ ഷാവുൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ റാൻഡമായിട്ടാണെങ്കിൽ ഇത് സാധ്യമല്ല. ഈ പരിണാമവാദം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മറ്റൊന്നായിട്ട് മാറാണല്ലോ, റാൻഡം മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ റാൻഡം അല്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇനി ഇങ്ങനെ പിന്നെ മ്യൂട്ടേഷൻ സംഭവിക്കാൻ, അത് ഗൈഡഡ് മ്യൂട്ടേഷൻ എന്നുള്ള ടേംസ് വരെ ചില സയൻറ്റിസ്റ്റുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഗൈഡഡ് ആണ് മ്യൂട്ടേഷൻ. കാരണം അമിനോ ആസിഡ് സീക്വൻസിൽ ഒരു പിന്നെ ന്യൂക്ലിയോടൈഡ് മാറിയാൽ തന്നെ ഗുരുതരമായ അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് റാൻഡം ആയിട്ടുള്ള മ്യൂട്ടേഷൻ അല്ല, അത് ഗൈഡഡ് മ്യൂട്ടേഷൻ തന്നെയാണെന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അവിടെ തന്നെ നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് പരിശോധിക്കുമ്പം ഫസ്റ്റ് ലൈഫ് അതിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യണേയില്ല. സത്യത്തിൽ അതൊരു കെമിക്കൽ എവല്യൂഷൻ എന്നുള്ള വേറൊരു ടോപ്പിക്കാണ്. ഇത് രണ്ടും ഇവർക്ക് അറിയുക പോലും ഇല്ല എന്നുള്ളതാണ് സത്യത. ഇവർ പറഞ്ഞ പോലെ തന്നെ റാൻഡം ആയിട്ടാണ് പ്രപഞ്ചത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്, ഒരിക്കലും സാധ്യമല്ല. കാരണം ഈവൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആറ്റങ്ങളും ഈ ഒരു പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ബിഗ് ബാങ് മുതൽ ഇന്നേ വരെയുള്ള സമയം എടുത്ത് നോക്കിയാൽ അത്ര സമയം എടുത്താലും, അത്ര വലിയൊരു സമയം എടുത്താലും, അത്ര ഇപ്പോൾ ഒരു സെക്കൻഡിൽ പരമാവധി 10⁻⁴ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10⁻⁴ ഇവൻറ്റ്സ് ഒരു സെക്കൻഡിൽ നടക്കാം. അത്ര ഇവൻറ്റ്സ് നടക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആറ്റങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്നാൽ പോലും റാൻഡമായിട്ട് ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവർ പറയുന്ന ഈ റാൻഡംനെസ് എന്ന് പറയുന്നത് ഒരു മഹാ അബദ്ധം തന്നെയാണ് എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ബോധ്യപ്പെട്ടതെന്ന് വെച്ചാൽ ലൈഫിനെ കുറിച്ച്, എന്താണ് ലൈഫ്, എന്താണ് ഒരു സെല്ല്, ആ സെല്ലിലെ DNA എന്താണ്, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ സയൻറ്റിഫിക് വേൾഡിന് കിട്ടിയപ്പോഴാണ്. അപ്പം ഇങ്ങനെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരു ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ ഇൻഫർമേഷനാണ്. ഇങ്ങനെ ഒരു ഹൈ ലെവൽ ഇൻഫർമേഷൻ ഒരിക്കലും ഒരു റാൻഡമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നമ്മളൊരു ടാബോ മൊബൈൽ ഫോണോ കൊടുത്തിട്ട് ഒരു 6 മാസം പ്രായമുള്ള കുട്ടി അതിൽ കളിച്ച് മദർ പ്ലീസ് ഗിവ് മീ മിൽക്ക് ഓർ മദർ ഐ ആം ഹംഗ്രി എന്നൊരു വേർഡ് ഒരിക്കലും ടൈപ്പ് ചെയ്യില്ലല്ലോ. അത് ഈ മങ്കി ഷേക്സ്പിയറിന്റെ ടൈപ്പ് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസിൽ വായിച്ചത്, നമ്മൾ യൂണിവേഴ്സിന്റെ മൊത്തം ടൈമും കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കൃതി ഒരു മങ്കിനെ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ അത് റീസെൻ്റ്ലി വന്നിട്ടൊരു യെസ് അത് ഇമ്പോസിബിളാണ്. ആ ഒരു ഇമ്പോസിബിൾ ആയ സംഗതിക്കാണ് ഇവർ അദ്ദേഹത്തെ ലോജിക്കലി നമുക്ക് കുറേ കൂടിയും നമുക്ക് ഫീൽ ചെയ്യാം. അതിലൊരു അതിന് എല്ലാത്തിനും ഒരു കാരണക്കാരനായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അതാണ് കുറേ കൂടി ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് സയൻസിന് ആ നിലക്ക് മുൻധാരണകളില്ലാതെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ നിലക്ക് കാണാൻ പറ്റും അല്ലേ. അതെ. ഈ പ്രോബബിലിറ്റി റീസണിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബ്ഡക്റ്റീവ് റീസണിംഗ് എന്നൊക്കെ പറയാം. അബ്ഡക്റ്റീവ് റീസണിംഗ് അനുസരിച്ചാണെങ്കിൽ ഇതിനങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ഈ എവല്യൂഷനിലുള്ള ശരിക്കും ഒരു ബ്ലാക്ക് ഹോളാണ് ശരിക്കും ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും മറ്റു ഒരിടത്തും കാണാത്തൊരു ഇതാണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അവെയർ ചെയ്യാൻ കഴിയുക, ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ഉണ്ടാവുക, കോളിയ എന്നൊക്കെയാണ് ഫിലോസഫിയിൽ പറയാം. ഈ കോളിയ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകേണ്ടത് എവല്യൂഷൻ അനുസരിച്ച് ഒരു അനിവാര്യതല്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എവല്യൂഷൻ അനുസരിച്ചിട്ട് എന്താണ് വിശദീകരണം, മനുഷ്യർക്കൊക്കെയുള്ള വിശദീകരണം എന്താണ്? അതിജീവനത്തിന് വേണ്ടിയിട്ട്, സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ സെലക്ട് ചെയ്യപ്പെടും. സർവൈവലിന് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെടും, അല്ലാത്ത മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിർദ്ധാരണം ചെയ്യപ്പെടും. ഇങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ചിട്ട് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും മോഡേൺ ഡിസ്കവറീസ് ആണ്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ സെൽഫ് അവെയർ അല്ല. ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ചില പ്രത്യേക സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും റാഷണലായിട്ട് തന്നെ ആൻസർ പറയും, അതിനോട് റെസ്പോണ്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ അതൊരിക്കലും തന്നെ സെൽഫ് അവെയർ ആയിട്ടല്ല ഈ റെസ്പോണ്ട് ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ അരിത്മാറ്റിക് ആയിട്ടുള്ള ആൽഗോരിതംസ് ആണ് അതിനങ്ങനെ റെസ്പോണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്വഭാവത്തിൽ കേവലം അതിജീവനത്തിന് വേണ്ടി മാത്രം ജീവികൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോൺഷ്യസ്നസ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ AI വർക്ക് ചെയ്താൽ മതി. ഇന്ന കാര്യങ്ങളോട് ഇന്ന രൂപത്തിൽ റെസ്പോണ്ട് ചെയ്യണം, ഇന്ന വന്യജീവികളെ കാണുമ്പോൾ ഇന്ന പ്രവൃത്തി ചെയ്യണം, ഓടണം, അല്ലെങ്കിൽ ഇന്ന പോലെ ബിഹേവ് ചെയ്യണം. ഇപ്പോൾ AI എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഈ റോബോട്ടിക്സിലെല്ലാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ AIന് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, റോബോട്ടിക്സിന് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബയോളജിക്കലായിട്ടും അത് അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ സെൽഫ് അവെയർ ആവുന്ന ഒരു 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 പ്രതിഭാസം അത് പ്രകൃതിയിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യത അവിടെ അല്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു കേസിന് ഒരിക്കലും തന്നെ എവല്യൂഷൻ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം വിശദീകരിക്കുന്നില്ല. അപ്പോൾ AI ഒക്കെ വർക്ക് ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചൈനീസ് റൂം എക്സ്പെരിമെൻ്റ് എന്നിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബോക്സിനകത്ത് കുടുങ്ങി കിടക്കണം. ആ വ്യക്തിക്ക് ചൈനീസ് ലാംഗ്വേജ് അറിയില്ല, പക്ഷേ അതിനകത്തേക്ക് ഒരു കാർഡ് ബോർഡിൽ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചൈനീസിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക്, അതിനകത്ത് കിടക്കുന്ന വ്യക്തിക്ക് പുറത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആ വ്യക്തിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇങ്ങനെ കിട്ടുന്ന റെസ്പോൺസിന് കൊടുക്കാവുന്ന മറുപടികൾ, അതിനകത്ത് കുറച്ച് ഡിക്ഷണറീസ് ഉണ്ട്. ഇന്ന ചൈനീസ് വേർഡ്സിന് ഇന്ന ഇംഗ്ലീഷ് വേർഡ്സാണ് അതിന് റെസ്പോൺസായിട്ട് പറയേണ്ടതെന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം എഴുതിയിട്ട് എപ്പോഴൊക്കെ ഇതിന് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ചൈനീസ് ലെറ്റേഴ്സിൽ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, അപ്പോഴെല്ലാം അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിൽ നിന്നും ചൈനീസിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് ഈ വ്യക്തി പുറത്തെ ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പുറത്തെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്ക് അതൊരു കാർഡ് ബോർഡിൽ എഴുതിയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പുറത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ആ പേഴ്സണ് ചൈനീസ് അറിയാം, അകത്തിരിക്കുന്ന ആൾക്ക് ചൈനീസ് അറിയാം. കാരണം എന്തൊക്കെ ചൈനീസിൽ ചോദിക്കുന്നോ അതിനെല്ലാം ഉള്ള ചൈനീസിലുള്ള ആൻസർ ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്? AI വർക്ക് ചെയ്യുന്നത്. AI ഒരിക്കലും അവെയർ ആവുന്നില്ല. സെൽഫ് അവെയർ ആയിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടല്ല AI അതിന് റീപ്ലൈ കൊടുക്കുന്നത്. ഈ പറഞ്ഞതുപോലെയാണ് ഒരിക്കലും സെൽഫ് അവെയർ ആവാതെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യാം, AI ബിഹേവ് ചെയ്യാം എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ജീവജാലങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. സെൽഫ് അവെയർ ആവാതെ തന്നെ അതിജീവിക്കാൻ കഴിയും. AI എങ്ങനെയാണോ ചുറ്റുപാടിനോട് പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും. അപ്പോൾ ഒരിക്കലും തന്നെ ഈ സെൽഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യം
പരിണാമപരമായിട്ട് ഈ സെൽഫ് കോൺഷ്യസ്നെസ്സിനെ, ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസിനെ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശരിക്കും ഒരു എവല്യൂഷനിൽ തന്നെയുള്ള ഒരു ബ്ലാക്ക് ഹോളാണത്. അങ്ങനെയുള്ള കുറേ ലിമിറ്റ്സ് എവല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഷൗൽ പറഞ്ഞു പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ സയൻസിന് സാധ്യമല്ല. അപ്പം അവിടെ അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് അവിടെ പറഞ്ഞൂടെ, പ്രപഞ്ചമെന്ന് പറയുന്നത് അതൊരു ഇൻഫിനിറ്റായിട്ട് തുടരുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇൻഫിനിറ്റായിട്ട് പ്രപഞ്ചം നിലനിൽക്കുക എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അവരെപ്പോഴും മേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പ്രപഞ്ചം ഇൻഫിനിറ്റ്ലി ഓൾഡ് ആണെന്ന് പറയുമ്പോൾ അവർ ശരിക്കും പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ഇവൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ചോദ്യം. ഇതിന് എത്തിസ്റ്റുകൾ പറയുന്ന മറുപടി, ഇതിൻ്റെ മുന്നേ വേറൊരു ഇവൻ്റ് ഉണ്ട്, അതിന് മുന്നൊരു വേറൊരു ഇവൻ്റ് ഉണ്ട് ഇതിന് കാരണമായിട്ട്, ഇങ്ങനെ ഈ ഇവൻറ്റുകൾ ഇങ്ങനെ ഇൻഫിനിറ്റ്ലി പുറകോട്ട് പോകണം. അപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്തുകൊണ്ട് ഈ ഇവൻ്റ് നിലനിൽക്കുന്നു എന്നുള്ള മറുപടി അതിനകത്ത് എവിടെയില്ല. കാരണം എന്തുകൊണ്ട് ഈ ഇവൻ്റ് നിലനിൽക്കുന്നു, അതിന് പിറകിൽ വേറൊരു ഇവൻ്റ് ഉണ്ട്. ആ ഇവൻ്റാണോ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? അതല്ല, അതിന് പുറകിൽ വേറെ ഇവൻ്റാണ്. അതാണോ അതിനുള്ള കാരണം? അതല്ല, അതിന് പുറകിൽ വേറെ ഇവൻ്റാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് 10 രൂപ കടം ചോദിക്കണം, ആ വ്യക്തി തൻ്റെ കയ്യിലില്ലാതെ വേറെ ആളുടെ അടുത്ത് ചോദിക്കണം, ആ വ്യക്തി പിറകിലുള്ള വേറെ ആളോട് ചോദിക്കുന്നു, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാതെ പിറകിലുള്ള വേറൊരാളോട് ചോദിക്കുന്നു, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാതെ പിറകിലുള്ള വേറൊരാളോട് ചോദിക്കുന്നു. ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി പുറകോട്ട് പോവാണ്. അങ്ങനെ ഇൻഫിനിറ്റ്ലി ഇവരിങ്ങനെ പുറകോട്ട് ചോദിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഈ 10 രൂപ നമുക്ക് കിട്ടൂല. ഇതിലാരും കൊടുക്കുന്നില്ല, എല്ലാവരും പുറകോട്ട് പോവാണ്. അപ്പോൾ 10 രൂപ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ആക്ട് അതിലാരും ചെയ്യാത്തത് കൊണ്ട് തന്നെ 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടൂല എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു ഇവന്റ് നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് ആൻസർ ചെയ്യാതെ പുറകോട്ട് മാറ്റിവെക്കുന്നത് കൊണ്ട് എവിടെയും ആൻസർ ഇല്ല. 10 രൂപ കൊടുക്കുക എന്നുള്ള ആക്ട് എവിടെയും ചെയ്യപ്പെടാത്തതുപോലെ എന്തുകൊണ്ട് ഈ ഇവന്റ് നിലനിൽക്കണം എന്നുള്ളതിനുള്ള മറുപടി ഈ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ, ശൃംഖലകളിൽ എവിടെയും തന്നെ ഇല്ല. അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്യണം. ഇതിനുള്ള പ്രപഞ്ചം എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇവൻ്റ് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള മറുപടി ഇതിൻ്റെ പിറകിലെ ഇവൻറ്റിലേക്ക് മാറ്റിവെക്കുന്നു. ആ ഇവൻറ്റിൽ നിന്ന് അതിന് പിറകിലുള്ള ഇവൻറ്റിലേക്ക് മാറ്റിവെക്കുന്നു. ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി പിറകിലോട്ട് മാറ്റിവെക്കുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിനൊരു മറുപടിയിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. വേറൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണയായിട്ട് ഈ ഇൻഫിനിറ്റ് ബോഗീസിൻ്റെ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് പറയലുണ്ട്. അതായത് ഒരു ബോഗി എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചലിക്കുന്നു? അതിന് മുമ്പുള്ള വേറൊരു ബോഗി അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതിന് മുമ്പിൽ വേറൊരു ബോഗി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിക്കും, ആ ബോഗി എന്തുകൊണ്ട് ചലിക്കുന്നു? ഒന്നില്ലെങ്കിൽ അതിനൊരു ഒരു എഞ്ചിനോ സംതിങ്ങോ ഉണ്ടായിട്ട് അത് സ്വയം തന്നെ ചലിപ്പിക്കണം മറ്റുള്ളതിനെ. അങ്ങനെ ചലിപ്പിക്കുന്നില്ല എന്നാണ് ഒരു വ്യക്തി പറയുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള വേറൊരു ബോഗിയാണ് അതിനെ ചലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബോഗിക്കും മുമ്പ് വേറൊരു ബോഗി അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി ഈ ഒരു ചെയിൻ ഇങ്ങനെ നീണ്ടു പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ട് ആ ബോഗികൾ ചലിക്കുന്നു എന്നുള്ള മറുപടി അതിലെവിടെയില്ല. അപ്പോൾ പിന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പോൾ ഈ മൊണാലിസ ഉണ്ടല്ലോ ചിത്രം. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കണ് എന്തുകൊണ്ടാണ് മൊണാലിസ എക്സിസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ വ്യക്തി പറയണം അതൊരു ബ്രഷ് കൊണ്ടാണ് വരച്ചത്. ഓക്കെ, ബ്രഷ് കൊണ്ടാണ് വരച്ചത്, പക്ഷേ ആരാണ് വരച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയാണ് ആരാണ് വരച്ചത് അതിന് പിറകിൽ അങ്ങനെ ക്രിയേറ്ററോ അങ്ങനെയുള്ള ആരും തന്നെ ഇല്ല, ഡിസൈനറോ ഒന്നും തന്നെ അല്ല, അതൊരു ബ്രഷ് ഉപയോഗിച്ചാണ് വരച്ചത്. ആ ബ്രഷ് ഒരു മീറ്റർ നീളമുണ്ടായി അതിൻ്റെ പിടിക്ക്, ആ പിടി വേറെ 1 മീറ്റർ നീളമുള്ള പിടിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, ആ 1 മീറ്റർ വേറൊരു മീറ്റർ നീളമുള്ള പിടിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി ലോങ് ആയി നീളുകയാണ് ഈ ബ്രഷിൻ്റെ പിടി. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് ദർ ഈസ് നോ ആൻസർ. ശരിക്കും ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നോ ആൻസറാണ്. അതിനകത്ത് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള ഉത്തരം ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ പറയുന്ന കാര്യമാണ്, ഒരു ബുക്ക് എടുത്തിട്ട് എന്തുകൊണ്ട് ഈ ബുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഉത്തരമായിട്ട് ഒരു വ്യക്തി പറയാണ് ആ ബുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മറുപടി ആവില്ലല്ലോ. എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനുള്ള ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ പറയാൻ കഴിയണം. ഇവിടെ പെർട്ടിക്കുലർ മൊമെൻറ്റിൽ അതിനുള്ള ബിഗിനിങ് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനുള്ള എക്സ്പ്ലനേഷൻ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തിയെ അത് വിശദീകരിക്കുന്നില്ല, അതിൻ്റെ സ്വഭാവത്തെ അത് വിശദീകരിക്കുന്നില്ല, എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ അത് വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവെന്താണ്? ശാസ്ത്രീയമായ തെളിവില്ലാത്ത കാലത്തോളം ദൈവമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുക എന്നാണ് സാധാരണ പേരൊക്കെ പറയാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ, അല്ലെങ്കിൽ ആ തെളിവ് നൽകേണ്ടതുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഒന്ന് പിന്നെ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ദൈവം അശാസ്ത്രീയമാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയാണോ, ഒരു എൻ്റർപ്രൈസ് ആണോ? ഇത് എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇത് തീരുമാനിക്കപ്പെടുന്നത് സയൻസിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം. സയൻസിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്ത്, സയൻറ്റിഫിക് റീസൺ യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
അത് ആർക്കും ചെയ്യാം. സയൻറ്റിഫിക് റീസണിങ് എന്താണ് എന്ന് സ്ഥാപിച്ചാൽ മതി. അതിനുശേഷം അത് ഗോഡിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ടോ, ആ റീസണിങ് ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള എവിഡൻസ്, റാഷണൽ റീസൺസ് സയൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അത് സയൻസ് എന്താണ്, എങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചർ എന്താണ്, സയൻസ് എവിടേക്കാണ് ഈ ഫിലോസഫിക്കൽ റാഷണൽ റീസൺസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതിലോട്ട് വരുമ്പോഴാണ് അത് മനസ്സിലാവും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള എത്തിസ്റ്റുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് ഫിലോസഫിയൊക്കെ സ്വപ്നാടനമാണ്, നമ്മൾ സയൻസ് എടുക്കും എന്ന് പറയുന്ന ഒരാൾക്ക് ശരിക്കും എന്താണ് സയൻസ് എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ സയൻസിൽ നിന്ന് പിന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് സയൻസ് കേവലം ഒബ്സർവേഷൻ ലിമിറ്റിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. നേരിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പുറത്ത് പിന്നെ സയൻസിൽ, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ താഴെ വന്നാലേ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ലൈനാണ്. പക്ഷേ സയൻസ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സയൻസിന് പിന്നെ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയാൻ കഴിയില്ല, മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളെ കുറിച്ച്, അതുപോലെ സ്ട്രിങ് തിയറിയെ കുറിച്ച്. ഇങ്ങനെ ശരിക്കും ഇന്നുള്ള മോഡേൺ ഫിസിക്സ് സംസാരിക്കുന്നത് മുഴുവൻ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ധാരണകൾക്ക് പുറത്താണ്. അത് അങ്ങനെ സയൻസ് വർക്ക് ചെയ്യാനുള്ള അതിനുപയോഗിക്കുന്ന ടൂൾസ് ഫിലോസഫിക്കലാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ കരുതുക സയൻസ് ഇപ്പോൾ ഒരു വിഷയത്തിൽ പറയുന്നില്ല, അപ്പോൾ ഗോഡിൻ്റെ വിഷയത്തിൽ സയൻസ് പറയുന്നില്ല, നമ്മൾ ആ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രൂപമുണ്ടല്ലോ, സയൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എംപിരിക്കലായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു എംപിരിക്കൽ ഡാറ്റയെ മാത്രമേ ഇവർ എടുക്കുള്ളൂ എന്നുള്ള ആ ഒരു രൂപത്തിൽ നോക്കിയാൽ തന്നെ ഇപ്പോൾ സയൻസ് പറയാത്ത ഒരു കാര്യമില്ല എന്നാണ്. അപ്പോൾ ഇവർ സാധാരണ പറയലുണ്ട്, ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ള. അത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ക്ലെയിമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 500-1000 വർഷം മുമ്പ് നമുക്ക് ഇന്നുള്ള ടൈം ഡയലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നുള്ള ഒരു 80% ഓഫ് സയൻറ്റിഫിക് ഐഡിയാസ് അന്നില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറഞ്ഞ 80% ഓഫ് കാര്യങ്ങൾക്ക് അന്ന് എവിഡൻസ് ഇല്ല. അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങളൊന്നും അന്നില്ല എന്നല്ല, മറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, എവിഡൻസ് നമ്മളന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീടും സ്വതന്ത്രമായി കാര്യങ്ങളെ മനസ്സിലാക്കുക, അന്വേഷിക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ നിലപാട്. ഇനിയിപ്പോൾ എത്തീസത്തിൻ്റെ ഈ രംഗത്തുള്ള നിലപാട് എന്താണ്? എത്തീസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല, നമുക്കങ്ങനെ ഒരു എവിഡൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സയൻസ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സയൻസിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? സയൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുതിയ ഡാറ്റകൾ ഉണ്ടാവില്ല, പുതിയ ഡിസ്കവറീസ് ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നിവർ സ്ഥിരം പറയുന്നത്, ഇവർ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയൊക്കെയാണ് രവിചന്ദ്രൻ സാർ ഇടയ്ക്ക് ഇങ്ങനെ പറയലുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രശ്നം. അങ്ങനെ സയൻസ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ആധുനിക സയൻസ് തന്നെയല്ല, ആധുനിക ശാസ്ത്രം തന്നെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക ശാസ്ത്രം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ലിമിറ്റുകൾക്കപ്പുറമുള്ള കാര്യങ്ങളുണ്ട് എന്നും അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ഒക്കെ സയൻസ് ചിന്തിച്ചതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, അപ്പോൾ ഗോഡ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു റാഷണൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തിലും അതിനനുസരിച്ചുള്ള എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ടൂൾസാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴെന്ന് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടല്ല മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മോറലാണോ ഇമ്മോറലാണോ, ഒരു കുട്ടിയെ കൊല്ലുന്നത് മോറലാണോ ഇമ്മോറലാണോ, അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും തന്നെ മൈക്രോസ്കോപ്പും കൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ രംഗത്തും അതിനനുസരിച്ചുള്ള ടൂൾസാണ് യൂസ് ചെയ്യുക. എന്ന് പറയുന്നത് പോലെ ഈവൻ ഈ സയൻസ് തന്നെ പിന്നെ ഫിലോസഫിനെ, ലോജിക്കൽ റീസണിങ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണം സയൻസിൻ്റെ ഈ ഡയറക്റ്റ് എംപിരിക്കൽ റീസണിങ്സിന് പുറത്ത് അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വേറെ ടൂൾസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സയൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള എംപിരിക്കലായിട്ടുള്ള സയൻസ് അത് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒന്ന് ഈ പറഞ്ഞതുപോലെ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് പറയുന്നതിലുള്ള മണ്ടത്തരം അതിനകത്തുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ട്രെയിൻ പറക്കുന്നില്ല എന്ന് ചോദിക്കുന്ന പോലൊരു ചോദ്യമാണ്. അപ്പോൾ എംപിരിക്കൽ സയൻസ് മാത്രമാണ് സയൻസ് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എംപിരിക്കലായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഉള്ളതല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അത് സംസാരിക്കില്ല. അപ്പോൾ ട്രെയിനിൻ്റെ പണി പറക്കലാണ് എന്ന് പറയുന്നത് പോലെ സയൻസിൻ്റെ പണി എംപിരിക്കൽ ലിമിറ്റ്സിനകത്ത് നിൽക്കലാണ് എന്ന് നിങ്ങൾ ആദ്യമേ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുന്നുള്ളതാണ്. ഇപ്പോൾ സയൻസിനകത്തുള്ള ഈ എവിഡൻസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുക. അതായത് ഇപ്പോൾ ബിഗ് ബാങ് തിയറി അനുസരിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, പ്രപഞ്ചത്തിൽ കാണുന്ന ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയൊക്കെ കൂടിയ അളവ് എന്നുള്ളത് ബിഗ് ബാങ് തിയറിക്കുള്ള തെളിവാണെന്ന് നമ്മൾ സാധാരണ പറയലുണ്ട്. എന്നിട്ട് അതിന് പറയുന്ന റീസണിങ് ഇതാണ്: ബിഗ് ബാങ് തിയറി അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാവുക ലേറ്റർ എലമെൻറ്റ്സ് ആണ്. ഈ പറഞ്ഞ ഹൈഡ്രജനും ഹീലിയവും ലേറ്റർ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതലുണ്ടാവും. എന്നാൽ ഈ ഹെവിയർ എലമെൻറ്റ്സ്, ഈ ഇരുമ്പ് അതുപോലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളുടെയൊക്കെ അകക്കാമ്പുകൾക്കകത്താണ്. അപ്പോൾ അത് വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് പിന്നെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹെവിയർ എലമെൻറ്റ്സ് കുറവ് കാണുന്ന, ലേറ്റർ എലമെൻറ്റ്സ് കൂടുതൽ കാണുന്ന ഒരു സാഹചര്യം
ബിഗ് ബാങ് തിയറി അനുസരിച്ച് ഹൈലി പോസിബിളാണ്. ഇനി നമ്മൾ ഹൈലി പോസിബിളാണ് എന്നുള്ളത് കൊണ്ട് അത് ബിഗ് ബാങ് തിയറിക്കുള്ള തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി പക്ഷേ എന്തുകൊണ്ട് അത് ബിഗ് ബാങ് തിയറിക്ക് തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കണം? എവിഡൻസിൻ്റെ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സയൻസ് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ എവിഡൻസായി കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എടുക്കാം. പ്രപഞ്ചം എല്ലാ കാലത്തും ഇതുപോലെ തന്നെ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം. അങ്ങനെ ഒരു തിയറി ഉണ്ടെങ്കിൽ ആ തിയറി അനുസരിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചോട്ടെ. അതായത് ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കൂടുതലുണ്ടാവും, ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കുറവുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവണം, എല്ലാം തുല്യമായിട്ട് തന്നെ നിൽക്കണം എന്നില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ കൂടുതലുണ്ടാവും, ഏതെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അപ്പോൾ പിന്നെ രണ്ട് തിയറി അനുസരിച്ചും പോസിബിൾ, ഇത് രണ്ട് തിയറി അനുസരിച്ചും ഈ കാര്യങ്ങൾ പോസിബിളാണ്. എന്നിട്ട് നമ്മളത് ഒരു തിയറിക്കുള്ള എവിഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത്? കാരണം ബിഗ് ബാങ് തിയറി അനുസരിച്ചാണെങ്കിൽ ദിസ് ഈസ് ഹൈലി പ്രോബബിൾ. കാരണം ബിഗ് ബാങ് തിയറി അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് കാണപ്പെടേണ്ട ഒന്നാണ്. ബിഗ് ബാങ് തിയറി ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രെഡിക്റ്റബിലിറ്റി, അതുപോലെ തന്നെ ഹയർ പോസിബിലിറ്റി, പ്രോബബിലിറ്റി എന്നുള്ളതിനെയൊക്കെ നോക്കിയിട്ടാണ് സയൻസ് ഒരു വിഷയത്തെ ഒരു തെളിവായിട്ട് അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോണ്ടിനെൻസ്. അതായത് ഇപ്പോൾ ഈ തിയറി കമ്പാരിസൺ എന്ന് പറയുമ്പോൾ രണ്ട് തിയറീസ് എടുക്കുക. ഒന്ന് ഫിക്സ്ഡ് കോണ്ടിനെൻസ്. ഈ കോണ്ടിനെൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അവിടെ എല്ലാ കാലത്തും അതുപോലെ തന്നെ ഉള്ളതാണ്. അങ്ങനെയല്ല, കോണ്ടിനെൻസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തിയറി ഉണ്ട്. ഇനി നമ്മൾ ഈ തിയറി അനുസരിച്ച് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുകയാണ്. ഏത് തിയറിക്കുള്ള ഡാറ്റയാണ്, ഏത് തിയറി അനുസരിച്ച് പ്രോബബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ സാധാരണയായിട്ട് ഈ വൻകരകളുടെ നീക്കത്തിനുള്ള തെളിവായിട്ട് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഈ രണ്ട് സമുദ്രങ്ങളുടെ രണ്ട് ഭാഗത്തായി കിടക്കുന്ന വൻകരകളിൽ പക്ഷേ ഒരേ സ്വഭാവത്തിലുള്ള ജീവികളെ കാണുന്നു എന്നുള്ളത് ഈ വൻകരകൾ മൂവ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതിനുള്ള തെളിവായിട്ട് നമ്മൾ പറയലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയാൻ കഴിയുക? അപ്പോൾ ഉദാഹരണത്തിന് പോസിബിലിറ്റി മാത്രമാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പോസിബിളാണ്. അതായത് രണ്ട് വൻകരകളിൽ ഒരേ സ്വഭാവത്തിൽ ജീവികൾ പരിണമിച്ചിട്ടുണ്ടായെന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രശ്നം അതിനകത്തുള്ളത്? ഇവിടെ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും അത് ഉണ്ടാകാം. രണ്ടിടത്ത് സംഭവിച്ചു എന്നുള്ളത് പോസിബിൾ മാത്രമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടിടത്തും ഒരേ ജീവികളെ കാണുന്നു എന്നുള്ളത് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനുള്ള തെളിവായിട്ട് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൈലി പ്രോബബിൾ. ഇങ്ങനെ വൻകരകൾക്കിടയിൽ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഒരേ ഇടത്ത് ജീവിച്ചിരുന്ന ജീവികളായിരുന്നു ഇവയെല്ലാം, ഇവ രണ്ട് ഭാഗത്തായി മാറ്റപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ഹൈലി പോസിബിൾ, ഹൈലി പ്രോബബിൾ ആണ് ഈ തിയറി അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡാറ്റയെ ഈ തിയറിക്കുള്ള എവിഡൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എവിഡൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തിയറി അനുസരിച്ച് ലഭിക്കുന്ന ഡാറ്റ കൂടുതൽ പ്രോബബിൾ ആണെങ്കിൽ അത് ആ തിയറിക്കുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, അതിനുള്ള തെളിവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ബിഗ് ബാങ് തിയറി അനുസരിച്ച് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും അളവ് കൂടുതലുണ്ടെന്നുള്ള ബിഗ് ബാങ്ങിന് തെളിവായിട്ട് നമ്മൾ പറയുന്നത്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനുള്ള തെളിവായിട്ട് ഒരേ ജീവികളെ രണ്ട് വൻകരകളിൽ കാണുന്നു എന്നുള്ള തെളിവായി പറയുന്നതൊക്കെ ആ സ്വഭാവത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീസണിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ശരിക്കും സംഭവിച്ചൊരു കാര്യം, ഒരു തിയറി അനുസരിച്ച് കൂടുതൽ പോസിബിളായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു തിയറി അനുസരിച്ച് കൂടുതൽ ഹയർ പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആ തിയറിക്കുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് എവിഡൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ദൈവത്തിലേക്ക് എത്താൻ. കാരണം നമ്മൾ രണ്ട് തിയറീസ് എടുക്കണം. ഒന്ന് എത്തീസോ ആണ്, നാച്ചുറലിസം ആണ്, വേറൊന്ന് തീസോ ആണ്. എത്തീസോ അനുസരിച്ചാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ആയിരിക്കണം? പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റർ ഇല്ല, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഉദ്ദേശങ്ങളോ സ്വഭാവങ്ങളോ ഒന്നും തന്നെ പ്രപഞ്ചത്തിൻ്റെ പുറകിലില്ല. തീസോ അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രപഞ്ചം. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നു. പ്രപഞ്ചത്തിൽ നമ്മൾ ഓർഡർ കാണുന്നുണ്ട്, പർപ്പസ് കാണുന്നുണ്ട്, ഇൻഫർമേഷൻ കാണുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലർ നേച്ചർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക സ്വഭാവത്തിൽ തന്നെ നിലനിർത്തുക എന്നുള്ള സ്വഭാവത്തിലാണ് ഈ ലോസ് എന്ന് പറയുമ്പോൾ, ഈ ഫണ്ടമെൻ്റൽ ലോസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക പർപ്പസിൽ പ്രകൃതിയെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലോസ്, ഫണ്ടമെൻ്റൽ ലോസ് ചേർന്നിട്ടാണ് യൂണിവേഴ്സിനെ കൊണ്ടുപോകുന്നത്. എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള ഒരു സമതുലനാവസ്ഥ നമുക്ക് പ്രകൃതി കാണാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാറ്ററിന് കൊടുക്കുന്ന ഡെഫിനിഷൻ തന്നെ നിലനിൽക്കാൻ സ്ഥലം ആവശ്യമുള്ളതും സ്പേസ് ആവശ്യമുള്ളതായിട്ടുള്ള ഒന്നെന്നുള്ളതാണ്. അപ്പോൾ നിലനിൽക്കാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ഒന്നാണ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മാറ്റർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രയറായിട്ട് സ്പേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പം മാറ്ററിൻ്റെ നേച്ചറിനെയും സ്പേസിൻ്റെ നേച്ചറിനെയും കൂടി മനസ്സിലാക്കുന്ന അതിൽ പ്രയറായിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിലാണ് അത് ഹൈലി പ്രോബബിൾ. അതല്ലെങ്കിൽ
ഇത് ലോട്ടറി അടിക്കുന്ന പോലുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇതിൽ ഈ പ്രോബബിലിറ്റി റീസണിങ് അനുസരിച്ച് അപ്പോൾ നമ്മൾ ഈ ഡാറ്റകളെല്ലാം എടുക്കുക, ഈ പറഞ്ഞ പോലെ ഡിസൈൻ കാണുന്നു, ലൈഫ് കാണുന്നു, കോൺഷ്യസ്നെസ് കാണുന്നു, ഇൻഫർമേഷൻ കാണുന്നു, റാഷണാലിറ്റി കാണുന്നു, അതുപോലെ തന്നെ ഓർഡർ കാണുന്നു, റെഗുലാരിറ്റി കാണുന്നു, ഇങ്ങനെ കാണുന്ന എത്രയോ കാര്യങ്ങൾ. ഇത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ സൃഷ്ടിച്ചെങ്കിലാണോ കാണേണ്ടത്? ഒരു കാര്യമില്ലാതെ ചുമ്മാ അങ്ങനെ ഉണ്ടായെങ്കിലാണോ അത് സംഭവിക്കേണ്ടത്? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ പോലെ എവിഡൻസ് എന്ന് പറയുന്ന ഹയർ പ്രോബബിലിറ്റി ആണെന്നുള്ളത് നമ്മളിവിടെ കണ്ടു. സയൻറ്റിഫിക്കലി അത് അങ്ങനെയാണെന്ന് കണ്ടു. സയൻറ്റിഫിക് റീസണിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് നോക്കുന്നു, എന്നിട്ട് നമ്മൾ എത്തീസത്തിനെയും തീസത്തിനെയും രണ്ട് തിയറികളായിട്ട് എടുക്കുന്നു, സയൻറ്റിഫിക് തിയറികളായിട്ട് തന്നെ എടുക്കുന്നു, എന്നിട്ട് തിയറി കമ്പാരിസൺ നടത്തുന്നു. ഇതിൽ ഏത് തിയറിയാണ് കൂടുതൽ ബെറ്ററായിട്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ എത്തീസ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നും ഉണ്ടാകരുതായിരുന്നു, അല്ലേ? ഒന്നും ഉണ്ടാകാതിരിക്കുക, ശൂന്യത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഏറ്റവും സംഭവിക്കേണ്ട ഒരു കാര്യം അതാണ്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ ശൂന്യതയല്ല കാണുന്നത്. ഇനി എത്തീസം അനുസരിച്ച് നമുക്ക് കൺസീവ് ചെയ്യാവുന്ന ഏത് സാധ്യതയും സംഭവിക്കാമല്ലോ. അതായത് വെറും ഒരു കല്ല് മാത്രമായിരുന്നു ആത്യന്തികമായി ഉണ്ടായിരുന്നത്, ആ കല്ല് എല്ലാ കാലത്തും അതുപോലെ നിൽക്കുന്നു, ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, ഒരു പ്രൊഡക്റ്റീവായി ഒന്നും ഉണ്ടാവില്ല. ഇനി പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എത്രയോ ഇവൻറ്റുകൾ, ഈ ഇവൻറ്റുകളൊന്നും പ്രൊഡക്റ്റീവായി ഒന്നും ഉണ്ടാക്കാത്തതായിരുന്നു. എന്നാൽ അതിന് പുറത്തേക്ക് പ്രൊഡക്റ്റീവായി ലോകങ്ങളെ സൃഷ്ടിക്കുന്ന പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്ന, ഈ പ്രപഞ്ചങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു കേസ് പറയാന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിയുടെയും ഡാർക്ക് എനർജിയുടെയും കേസ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷനിൽ ഡാർക്ക് എനർജി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാർക്ക് എനർജി യൂണിവേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്, ഈ സ്പേസിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ എക്സ്പാൻഷൻ്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ ഒന്ന് മറ്റൊന്നിനോട് കൂടി ചേർന്ന് ഈ പിന്നെ ഗാലക്സികളോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ഡാർക്ക് എനർജിയുടെ ഫോഴ്സ് വളരെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടായ വളരെ ചെറിയ സമയത്തിനകം തന്നെ ഈ മാറ്ററിൻ്റെ ഒരു മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇതെല്ലാം കൂടി ചേർന്ന് ഉടനെ ഒരു ബിഗ് റേഞ്ചിൽ അത് ഇല്ലാതാകുമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കാണുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വേൾഡിലേക്ക് അതൊരിക്കലും തന്നെ ലീഡ് ചെയ്യൂല. അപ്പോൾ അതങ്ങനെ നിലനിൽക്കുന്നത് ഇവിടെ ഡാർക്ക് എനർജിയുടെ വിഷയത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റിയുടെ വിഷയത്തിലും. ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടുതലായിരുന്നെങ്കിലും അത് പ്രപഞ്ചമുണ്ടായി വളരെ ചെറിയ സമയത്തിനകം കൂടിച്ചേർന്ന് ബിഗ് റേഞ്ചിലൂടെ പ്രപഞ്ചം അവസാനിക്കുമായിരുന്നു. ഇനി ഗ്രാവിറ്റിയുടെ അളവ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും മറ്റൊന്നിനോട് കൂടിച്ചേർന്ന് ഈ കാണുന്ന സ്ഥൂല ലോകം ഉണ്ടാകുമായിരുന്നില്ല, ഗാലക്സികൾ ഉണ്ടാകുമായിരുന്നില്ല, ഗ്രഹങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ലൈഫ് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു ഫൈൻ ട്യൂണിങ് നമുക്ക് കാണുന്നുണ്ട്. അതേ ഫൈൻ ട്യൂണിങ് തന്നെ ഈ ഡാർക്ക് മാറ്ററിൽ കാണുന്നുണ്ട്. ഇനി അതേ ഫൈൻ ട്യൂണിങ് തന്നെ ആറ്റത്തിനകത്തേക്ക് നോക്കിയാൽ അവിടെയും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എല്ലാം സൂചിപ്പിച്ച സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ടൈനി ആയിട്ടുള്ള ആ ഇടത്തിൽ മാത്രം. അപ്പോൾ ആറ്റം ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിനകത്തുള്ള ഒരു വികർഷനുണ്ട്, റിപ്പൽഷൻ ഉണ്ട്. അത് ആ വികർഷണത്തിനപ്പുറത്തേക്ക് അവയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതവിടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആറ്റം ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ എന്താണോ ഒരു പ്രത്യേക ഇടത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള നിയമങ്ങൾ, അതിനനുസരിച്ചുള്ള വാല്യൂവിൽ, അതിനനുസരിച്ചുള്ള സ്വഭാവത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഒരു മീനിങ്ലെസ് ആയിട്ട് ഒരു ക്രിയേറ്റർ ഇല്ലാതെ സംഭവിക്കുന്നതാണ് പ്രപഞ്ചം എന്നുണ്ടെങ്കിലാണോ ഇത് കാണേണ്ടത്? അതല്ല ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആണോ ഇതെല്ലാം കാണേണ്ടത്? അപ്പോൾ ഇതെല്ലാം തന്നെ, അതായത് വൺ ആഫ്റ്റർ അനദർ, ഈവൻ ജനറ്റിക് കോഡ്സ് പോലും, DNA കോഡ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്രിയേറ്ററിലോട്ട് ലീഡ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിലാണ് ഹയർ പോസിബിൾ ആയിട്ടുള്ളത്. ക്രിയേറ്റർ ഇല്ലെങ്കിൽ ഇതൊന്നും കാണേണ്ട കാര്യം തന്നെ അല്ല എന്നുള്ളതാണ്. ഇനി വേറെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ്. അതായത് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രയറായിട്ടുള്ള വിശദീകരണം വേണമെന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന വാട്ടർ ബോട്ടിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ആ ഒരു സ്വഭാവത്തിലായി എന്നുള്ളതിനെല്ലാം വിശദീകരണമുണ്ട്, പ്രയറായിട്ടുള്ള വിശദീകരണമുണ്ട്. അപ്പോൾ അതിന് വിശദീകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വാട്ടർ ബോട്ടിലിന് വിശദീകരണം ഉണ്ടെങ്കിൽ രണ്ടാമതിരിക്കുന്ന വാട്ടർ ബോട്ടിലിന് വിശദീകരണം വേണം. ആ നേച്ചർ ഫോളോ ചെയ്യുന്ന മറ്റുള്ളതിനും വിശദീകരണം വേണം. ഒരു ഐസ് കട്ട നമ്മൾ നിരീക്ഷിക്കുകയാണ്. ആ ഐസ് ക്യൂബ് ഒരു പ്രത്യേക സമയത്തിനപ്പുറത്തേക്ക് ബാഷ്പീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യേക നേച്ചർ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രണ്ടാമതും ആ സ്വഭാവത്തിലായിരിക്കും ബിഹേവ് ചെയ്യുക, മൂന്നാമതും ആ സ്വഭാവത്തിലായിരിക്കും ബിഹേവ് ചെയ്യുക. ഇനി അതിൻ്റെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടം, ഒരു സെറ്റ് ഓഫ് ഐസ് ക്യൂബ്സും എങ്ങനെ തന്നെ ആയിരിക്കും? അതേ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതികതകളെല്ലാം ഈ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ മോഡൽ കണ്ടിന്യൂവേഷൻ എന്നാണ് ഇതിന് നമ്മൾ പറയുക. അതായത് ഒരു മോഡലിൽ നിന്ന് നമുക്ക് മറ്റൊരു മോഡലിനെ റാഷണലി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെയാണ് സയൻസ് എന്തുകൊണ്ട് നാളെ ഇങ്ങനെ സംഭവിക്കും, ഗ്രാവിറ്റിയുടെ വാല്യൂ നാളെ ഇങ്ങനെയായിരിക്കും സയൻസ് പറയുന്നത് ഈ റാഷണൽ റീസണിങ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ആ റീസണിങ് യൂസ് ചെയ്ത് തന്നെ ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം കണ്ടിൻജൻ്റ് ആണെന്ന് നമുക്കറിയാം. ഈ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളുടെ സെറ്റിനെയാണ് നമ്മൾ കോസ്മോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
എങ്കിൽ കണ്ടിൻജൻ്റായ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും തന്നെ ഒരു ഒരു ലോകം നിലനിൽക്കുക സാധ്യമല്ല. കാരണം എന്താ, അതിനൊന്നിലും തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഈ ബോട്ടിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഒരു ബോട്ടിൽ നിലനിൽക്കുന്നതിന് പ്രയർ കോസ് വേണമെന്നുണ്ടെങ്കിൽ 1000 ബോട്ടിലും 1 മില്യൺ ബോട്ടിൽസും 1 ബില്യൺ ബോട്ടിൽസും അവിടെ ഉണ്ടെങ്കിലും അതിനും കാരണം വേണം. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഭൗതികതകൾക്കെല്ലാം കാരണം പ്രയർ കോസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ കോസ്മോസിനും കാരണമാണ്. കാരണം ഈ കോസ്മോസ് കണ്ടിൻജൻ്റ് ആണ്, അതിന് സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല, സ്വയം നിലനിൽപ്പില്ല. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെയും പ്രകൃതിയെയും അങ്ങനെ നിലനിർത്തുന്ന പ്രയറായ സെൽഫ് എക്സിസ്റ്റ് ചെയ്യുന്ന നെസസറി ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത് റീസണബിൾ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു അനിവാര്യതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സെറ്റ് കൊണ്ട് നമുക്കൊന്നിനെയും വിശദീകരിക്കാൻ കഴിയില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത്, ഭൗതിക ലോകം എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആണ്, കണ്ടിൻജൻ്റ് ആണ്. അപ്പോൾ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും വിശദീകരിക്കുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു വൺ എക്സ്പ്ലനേഷൻ പ്രകൃതിക്കുണ്ട് എന്നുള്ളതിലേക്ക് റീസണബിളായിട്ട് നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള ഒരു ക്രിയേറ്റർ നെസസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺചേഞ്ചിങ് ആണെന്നാണ്, അതിന് അകത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു അസ്തിത്വം ചില പ്രത്യേക സ്വഭാവത്തിലുള്ള വേൾഡ്സിനെ, ലോകങ്ങളെ എമേർജ് ചെയ്യിപ്പിക്കുന്നു. എറ്റേണലായി നിലനിന്നിരുന്നൊരു അസ്തിത്വം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ലോകത്തെ തിരഞ്ഞെടുക്കുകയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിനെ ഡിസൈൻ ചെയ്യുകയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോൺഷ്യസ് ആണ്, അതിന് വില്ലുണ്ട്, അത് ചില പർപ്പസിൽ ലോകങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിലേക്ക് എത്തിക്കുന്നുണ്ട്? ഈവൻ ഇസ്ലാമിക് വേൾഡ് വ്യൂ എല്ലാം പരിചയപ്പെടുത്തുന്നത് പോലെ അസമദ് എന്ന് അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ ഇൻഡിപെൻഡൻറ്റ് ബീയിങ് എന്നാണ്. ഇൻഡിപെൻഡൻ്റ് ആണ്, അതേസമയം സകലതും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസി പ്രിൻസിപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആത്യന്തികമായിട്ടുള്ള ഒരു റീസണിങ്ങിലാണ്, ഒരു കാരണത്തിലാണ്. അപ്പോൾ അസമതായിട്ടുള്ള, ഇസ്ലാം പരിചയപ്പെടുന്ന സ്വഭാവത്തിൽ അസമതായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അസ്തിത്വം എറ്റേണലാണ്, കോൺഷ്യസ് ആണ്, ആ സ്വഭാവത്തിലൊരു അസ്തിത്വമാണ് പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഗോഡ്. അത് ഗോഡിന് മാത്രമുള്ള ഡെഫിനിഷനാണ്. ആ സ്വഭാവത്തിൽ റീസൺ യൂസ് ചെയ്തുകൊണ്ട് ഗോളിലോട്ട് എത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സയൻസിൻ്റെ കേസ് പറയുമ്പോൾ സയൻസ് വളരെ ലിമിറ്റഡ് ആണ്. സയൻസ് പറയുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യത്തിന് അങ്ങനെ ആത്യന്തികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ ഗ്രാവിറ്റിയുടെ വിഷയത്തിൽ തന്നെ സയൻസ് ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നീട് പറയുന്നത്. ന്യൂട്ടനെ തിരുത്തിക്കൊണ്ടാണ് ഐൻസ്റ്റീൻ വരുന്നത്. അപ്പോൾ അതിന് അപ്പുറമാണ് പക്ഷേ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്സ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ റീസണിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1+1 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ മാറും മറ്റന്നാൾ മാറും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതേസമയം സയൻസിൻ്റെ ഡിസ്കവറീസ് മാറും. അപ്പോൾ സയൻസിനേക്കാൾ സ്ട്രോങ്ങർ ആണ് ഈ റാഷണൽ റീസണിങ്സ് എന്ന് പറയുന്നത്. ആ റാഷണൽ റീസണിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗോഡിനെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈവൻ ഗ്രേറ്റർ ദാൻ സയൻസ്, സയൻറ്റിഫിക് നോളേജ് വേണമെന്ന് പറയുമ്പോൾ സയൻസിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള എവിഡൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യം ദൈവത്തിന് ശാസ്ത്രീയമായ ഒരു തെളിവുണ്ടോയെന്നായിരുന്നു. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കാരണം ദൈവത്തിന് കൃത്യമായ തെളിവുകൾ തന്നെ നൽകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ സാധാരണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇസ്ലാമിന് എന്താണ് തെളിവ്? ഇസ്ലാമിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എന്ത് തെളിവാണ് ആ നിലക്ക് നമുക്ക് നൽകാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെളിവിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. സയൻസ് തന്നെ യൂസ് ചെയ്യുന്നത് ഒരു തിയറി അനുസരിച്ച് പ്രെഡിക്റ്റഡായ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു നിരീക്ഷണം, ഒരു പ്രയർ ഡാറ്റ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ തിയറിക്കുള്ള എവിഡൻസ് ആണ്. ഇനി നമ്മൾ നോക്കുക, ഇസ്ലാമിനെ ഒരു സയൻറ്റിഫിക് തിയറി ആയിട്ട് തന്നെ നമ്മൾ എടുക്കാം. ഇസ്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് എവിഡൻസ് ഫോർ ഇസ്ലാം. കാരണം ബിഗ് ബാങ് പ്രഡിക്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണുള്ളത്. ആ കുറച്ച് കാര്യങ്ങൾ ബിഗ് ബാങ് തിയറിക്കുള്ള തെളിവായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്ലാം പ്രഡിക്റ്റ് ചെയ്യുന്ന 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനുള്ള എവിഡൻസ് ആയിട്ട് ഓഫ് കോഴ്സ് അംഗീകരിക്കണം. കാരണം നമ്മൾ പിന്നെ വളരെ സ്വതന്ത്രമായിട്ടാണ്, നമ്മളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നില്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വരാനിരിക്കുന്ന ലോക സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രവാചകൻ അനുയായികളോട് സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ പ്രവാചകൻ പറയുന്നൊരു കാര്യം, വരാനിരിക്കുന്ന ലോക സാമ്പത്തിക ക്രമം അത് പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകക്രമമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, കാരണം ഇന്നുള്ള ലോക രാഷ്ട്രങ്ങളെല്ലാം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള കടപാടുകൾ തന്നെ പലിശയിൽ അധിഷ്ഠിതമാണ്. ബാങ്കിങ് സിസ്റ്റം പലിശയിൽ അധിഷ്ഠിതമായിട്ടാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ പലിശയിൽ അധിഷ്ഠിതമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു. അപ്പോൾ പ്രവാചകനോട് തിരിച്ച് അനുയായി ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ വ്യക്തി പോലും അതിൻ്റെ പൊടി കൊണ്ട് ബാധിക്കപ്പെടുന്നു പറയുന്നത്. അപ്പോൾ ഇന്നുള്ള നമ്മുടെ ബാങ്കിങ് സിസ്റ്റം കാര്യങ്ങൾ പറയുന്നത് നമുക്കെല്ലാം അറിയാം.
ഇന്നത്തെ പൈസയുടെ മൂല്യം ഇരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള കടമിടപാടുകൾ ഇരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത്തരത്തിൽ നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എല്ലാവരും ഇതിനകത്താണെന്നുള്ള. ഇതുപോലെ തന്നെ ലോക രാഷ്ട്രീയം എങ്ങനെ മാറി മറിയും എന്നുള്ളതിനെ സംബന്ധിച്ചും പ്രവാചകൻ പറയുന്നുണ്ട്. അതിൽ ഒരു ചെറിയ കാലയളവോളം ഖിലാഫത്ത് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് രാജവാഴ്ചയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വരാനിരിക്കുന്നത് അക്രമികളായിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ഭരണമായിരിക്കും. അതിനുശേഷമാണ് ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ എല്ലാം അതേ ഓർഡറിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആദ്യത്തെ 4 പ്രധാനപ്പെട്ട ഖലീഫന്മാർ, പിന്നീട് അതിനുശേഷം രാജഭരണം, പിന്നീട് ഉണ്ടായിട്ടുള്ളത് അക്രമികളാണെന്ന് പറയുമ്പോൾ ശരിക്കും അതാണ് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത്. കാരണം പിന്നീട് ലോകം ഭരിക്കുന്നത് സെറ്റ്ലർ കോളനൈസേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയാൽ ഇപ്പോൾ ഫലസ്തീനിൽ നമ്മളിപ്പോൾ നേരിട്ട് ഇപ്പോൾ നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പ്രത്യേക ഇടത്ത് കോളനൈസ് ചെയ്യുന്നു, പിന്നെ അത് അവിടെയുള്ള ജനങ്ങളെ തങ്ങൾക്ക് അടിമകളാക്കുന്നു, അവരെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പീഡിപ്പിക്കുന്നു. ഇത് കേവലം പിന്നെ ഫലസ്തീൻ്റെ മാത്രം വിഷയമല്ല. ഇത് പിന്നെ US സംഭവിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനൈസേഴ്സ്, ഫ്രഞ്ച് കോളനൈസേഴ്സ്, ഈ പറയുന്ന വൈറ്റ് കോളനൈസേഴ്സ് ഈ പറഞ്ഞ അക്രമങ്ങളെല്ലാം ചെയ്തു വെച്ചാണ്. അപ്പോൾ ഇവിടെ ഭരണത്തെ അക്രമികളുമായി ചേർത്ത് പറയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അക്രമികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോളനൈസ് ചെയ്ത് ജനങ്ങളെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രമം മാറി എന്നുള്ളത് നമ്മൾ ക്ലിയർലി കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ്. ഇന്നും ഭരണം പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള അക്രമികളായിട്ടുള്ള ആളുകളുടെ തന്നെ കയ്യിലാണ്, ഈ ഫലസ്തീനിലും എല്ലാം കേസ് പറയുമ്പോൾ. അപ്പോൾ പ്രവാചകൻ എങ്ങനെയാണോ പൊളിറ്റിക്സിൽ ഇത് സംഭവിക്കാനിരിക്കുന്നതെന്ന് പറഞ്ഞോ അത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രഡിക്റ്റീവ്സ് എന്നുള്ള ഐഡിയ അനുസരിച്ച് ഒരു തിയറി പ്രഡിക്റ്റ് ചെയ്ത ഡാറ്റ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇസ് എവിഡൻസ് ഫോർ ദാറ്റ് തിയറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് റീസണിങ് യൂസ് ചെയ്ത് തന്നെ ഇസ്ലാമിലുള്ള എവിഡൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉയരമുള്ള ബിൽഡിങ്സിൻ്റെ കാര്യം പ്രവാചകൻ പറയുന്നത് അത്രയധികം ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനിടയിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന നഗ്നപാതരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നിട്ടാണ് പ്രവാചകൻ പറയുന്നത് ഉയരമുള്ള ടോൾ ബിൽഡിങ്സിനെ നിർമ്മിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ടെന്നുള്ളത്. ശരിക്കും ഒരു വെറും കോമൺ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര ബുദ്ധിജീവിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള ഒന്നും തന്നെ ഈ മരുഭൂമിക്കകത്തില്ല. ഇപ്പോൾ മറ്റൊരു രാഷ്ട്രത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിപരമായിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സ് എങ്കിലും ഉണ്ട്. മരുഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇവരെ പണക്കാരാക്കുന്ന ഒന്നും തന്നെ ഇല്ല. പക്ഷെ കാലം പിന്നെ മുന്നോട്ട് പോയതിന് ശേഷമാണ് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന പെട്രോളിയത്തിൻ്റെ കണ്ടെത്തലുണ്ടാകുന്നു. അത് ഈ പറഞ്ഞ പ്രദേശത്ത് മുഴുവൻ റിച്ചറാക്കുന്നു. ശരിക്കും നമ്മളിപ്പോൾ നമ്മളുള്ള UAE നമ്മളൊന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുർജ് ഖലീഫ ഉണ്ട്. ബുർജ് ഖലീഫയാണ് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ. എന്ന് മാത്രമല്ല ഈ UAE മുഴുവൻ തന്നെ ടോളർ ബിൽഡിങ്സ് ആണ്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ് എല്ലാം ടോളർ ബിൽഡിങ്സ് ആണ്. അപ്പോൾ എന്ന് മാത്രമല്ല ഈ പിന്നെ ബുർജ് ഖലീഫിനെക്കാൾ ഉയരത്തിലുള്ള ബിൽഡിങ്സ് ഇനി വരുമെന്ന് വേറെ കുറേ ഗൾഫ് കൺട്രീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇറ്റ്സ് ആൾസോ എവിഡൻസ് ഫോർ ഇസ്ലാം. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടാകും, തെക്കും കിഴക്കും എല്ലാം ഇസ്ലാം എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നു. അത് തന്നെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ സെക്ഷുവലായിട്ടുള്ള ലൈംഗിക അരാജകത്വങ്ങളുടെ വ്യാപനം ഉണ്ടാവുകയും അതുമൂലം അന്നുവരെ കാണാതിരുന്ന കുറേ ലൈംഗിക രോഗങ്ങളുടെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ വ്യാപനം ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറയും. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ സെക്ഷുവൽ ഡിസീസസ് അന്നുവരെ കാണാതിരുന്ന ഡിസീസസ് പിന്നെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ HIV എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മനുഷ്യരുടെ ആദിമകാലം മുതൽ മനുഷ്യരോടുള്ള ഒരു കാര്യമല്ല, 20th സെഞ്ച്വറിക്ക് ശേഷമാണ് അത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈവൻ സോഷ്യൽ മീഡിയകളിൽ പോലും നോർമലൈസ്ഡ് ആയി. ഇപ്പോൾ ഈ X എന്നൊക്കെ പറയുന്ന ട്വിറ്ററുടെയൊക്കെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ അതിനെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട്, അതായത് അത് അബ്നോർമലാണ് എന്നുള്ള കാഴ്ചപ്പാട് പോലും സാമൂഹ്യമായി മാറ്റപ്പെട്ട ഒരു ഗതിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകക്രമം എത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നു. അതുമൂലം ഉണ്ടാകുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ വ്യാപനം നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് ഈ മങ്കി പോക്സിൻ്റെ ഒക്കെ വ്യാപനം ഉണ്ടാകുന്ന സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ കൊടുക്കുന്ന വാണിംഗ് തന്നെ ഇന്ന സെക്ഷൽ ഹോമോസെക്ഷാലിറ്റി ആ സ്വഭാവത്തിലുള്ള കാര്യങ്ങളുമായി പോകുന്ന ആളുകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന്. അതായത് പ്രത്യേകിച്ച് കുറേ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ചില കാര്യങ്ങൾ പറയുന്നതിന് കുറേ ലിമിറ്റ് ഉണ്ട്. കാരണം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അറ്റാക്കിങ്സ് ഒക്കെ വരും. എന്നിട്ട് പോലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങനെ സംസാരിക്കുന്നത് സംതിങ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് പ്രവാചകൻ എന്താണോ പറഞ്ഞത് എക്സാക്ട്ലി ദാറ്റ് കൈൻഡ് ഓഫ് എ വേൾഡ് ഓർഡർ നമ്മൾ കാണും.
ഇനി ഇപ്പോൾ പ്രവാചകൻ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ന് നടക്കുന്ന ലോക സാഹചര്യങ്ങളെക്കുറിച്ച്, ഇത് തന്നെയാണ് പ്രവാചകൻ ഇപ്പോൾ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹ്യൂമൻ സൈക്കോളജിക്കൽ ബിഹേവിയേഴ്സ് ചില വിഷയങ്ങളിൽ അതിനെക്കുറിച്ച് ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രീവിയസ് സ്ക്രിപ്റ്റേഴ്സിൻ്റെയൊക്കെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ തന്നെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അത് കൈ കടത്തപ്പെട്ടതാണ് എന്നുള്ളതാണ്. ശരി, ഈവൻ ഈ പറയുന്ന എത്തീസ്റ്റുകൾ പോലും നമ്മളുമായിട്ട് യോജിക്കേണ്ട ഒരു മേഖലയാണത്. കാരണം ഖുർആൻ എന്താണോ പറഞ്ഞത്, ഇസ്ലാം എന്താണോ പറഞ്ഞത്, അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇവൻ ഈ എത്തീസ്റ്റുകൾ പോലും അംഗീകരിക്കും അല്ലേ. അതുപോലെ തന്നെ ജീസസ് പിന്നീട് ദൈവമാക്കപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹത്തിൽ ദൈവത്വം ആരോപിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇവൻ ഇന്നീ കാണുന്ന എത്തീസ്റ്റ് റാഷണലിസ്റ്റ് എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ അവർ നമ്മൾ പറയുന്നത് സമ്മതിക്കുകയാണ് അല്ലേ. അങ്ങനെ ആരോപിക്കപ്പെടലുകളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരിക്കലും താൻ ദൈവമാണെന്നോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അങ്ങനെ ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ദൈവമായി കാണുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ്. അങ്ങനെ വാഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ഹീറോയിക് ഫിഗേഴ്സ് അവരെ ആരാധിക്കാനുള്ള ഒരു മനോഭാവം മനുഷ്യർക്കിടയിലുണ്ട്. അപ്പോൾ അത് ചൂഷണം ചെയ്യപ്പെട്ടിട്ടാണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. ഇത് ഇസ്ലാം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ സ്കോളേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഈ ബാട്ട് എർമിൻ എന്ന് പറയും, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഈ ബൈബിളിക്കൽ സ്കോളറാണ്. അദ്ദേഹം ഹൗ ജീസസ് ബിക്കെയിം ഗോഡ് എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കുണ്ട്. അതിൽ അദ്ദേഹം എന്താണോ ഇസ്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് അദ്ദേഹം അക്കാദമിക്കായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മുൻകാല രേഖകളും മറ്റൊക്കെ അക്കാദമിക്കായി സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന കൺക്ലൂഷൻ ഖുർആൻ എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇസ്ലാം എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ജീസസ് അങ്ങനെ ഒരിക്കലും തന്നെ സ്വയം പറഞ്ഞിട്ടില്ല. ഈവൻ ബൈബിളിക്കലായിട്ടുള്ള നരേറ്റീവ്സ് പോലും താൻ ദൈവമല്ല എന്ന് ക്രൈസ്റ്റ് പറയുന്ന സ്വഭാവത്തിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ ഇസ്ലാം എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് തന്നെ സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി അതിനൊക്കെ പുറമെ ആ ഒരു ഇവൻ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് പ്രവാചകനിലുള്ള വിശ്വാസമാണ്. പ്രവാചകനിൽ അള്ളാഹുൽ നിന്നുള്ള ദിവ്യ സന്ദേശം വഹി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിനെ സൈക്കോളജിക്കലായിട്ട് റീഡ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട്. അതായത് ഹിറാ ഗുഹയിൽ വെച്ച് തനിച്ച് കഴിഞ്ഞിരുന്ന പ്രവാചകന് വഹീൻ്റെ അനുഭവങ്ങളുണ്ടാകും. ഇതിൽ രണ്ട് സാധ്യതയാണ് ഇവൻ ഏറ്റവും വലിയൊരു എത്തീസ്റ്റ് പോലും പറയാൻ കഴിയും. ഒന്നില്ലെങ്കിൽ അദ്ദേഹം നുണ പറയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എത്തീസ്റ്റുകളൊക്കെ സ്വാഭാവികമായും പറയലുള്ളത്. അപ്പോൾ അങ്ങനെ നുണ പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുക എന്നുള്ളത് നമുക്ക് സൈക്കോളജിക്കലി അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വളരെ റെയറായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതായത് നമ്മളെ പേടിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് രണ്ട് സ്വഭാവത്തിലായിരിക്കുന്നതാണ് സൈക്കോളജി പറയാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയാം. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു പട്ടി നമ്മളെ ഇങ്ങനെ കടിക്കാൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിന്നിട്ട് ആലോചിക്കും. ഒന്നില്ലെങ്കിൽ ആ പട്ടിയായിട്ട് ഒരു ഫൈറ്റിന് നിൽക്കണമെന്ന് വിചാരിക്കും, അതല്ലെങ്കിൽ റൺ ചെയ്ത് നമ്മളെ ലൈഫ് സെക്യൂർ ആക്കണമെന്ന് നോക്കും. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും നോക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, പ്രവാചകൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് അദ്ദേഹം പേടിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ പുതപ്പിക്കണം എന്ന് പറയണം. അങ്ങനെ ഒരു പുതപ്പിൻ്റെ അകത്ത് സംരക്ഷണം തേടുകയാണ് പ്രവാചകൻ ആദ്യ സമയത്ത് ചെയ്യുന്നത്. അതാണ് പ്രവാചകന് അതിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിന് നമ്മൾ സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു ഇവൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ആങ്സൈറ്റി കൂടും, നമ്മുടെ സ്ട്രെസ്സ് കൂടും, നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസാവും. അങ്ങനെ ഹൈലി സ്ട്രെസ് ഹോർമോൺസ് റിലീസാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ, നമ്മൾ നിശ്വാസത്തിൻ്റെ വേഗത കൂടും, നമ്മൾ നന്നായി ശ്വസിക്കാൻ തുടങ്ങും, ഹൃദയമിടിപ്പൊക്കെ കൂടും. അത് എന്തിനു വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻസിൻ്റെ കണ്ടൻസ് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ ഗ്രേറ്റർ മസിൽസിനാണ്, വളരെ പ്രാധാന്യമുള്ള മസിൽസിനാണ്. അതുപോലെ തന്നെ ഹൃദയത്തിനും മസ്തിഷ്കത്തിനും ഒക്കെയാണ് വളരെ അത് അത്യാവശ്യമായിട്ടുള്ള ആ രക്തത്തിൻ്റെ ഓട്ടം കൂടുതലായിട്ട് വേണ്ടത് അത്തരം ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ
ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ശരീരത്തിൽ, അതായത് നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിംഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് രക്തയോട്ടം കുറയുകയും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് നെക്സ്റ്റ് മൊമെൻ്റ് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ശരീരം തണുക്കുക എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് നല്ല പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളം കൈ ഉള്ളം കാലൊക്കെ നല്ലപോലെ തണുത്ത് നല്ല അവസ്ഥയിലേക്ക് എത്തും. പ്രവാചകൻ നുണ പറയുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. നുണ പറയുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ഉണ്ടാവില്ല. നുണ പറയുന്ന ഒരാൾ അദ്ദേഹം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും തന്നെ ആ ഫീലിങ്സ് ഉണ്ടാവാനില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തിയിട്ട് ആദ്യം പറയുന്നത് പുതപ്പിക്കാനാണ് പറയുന്നത്. അങ്ങനെ ശരീരം വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അത്രയും സ്ട്രെസ് അനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ പുതപ്പിക്കും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം അത്രമാത്രം തണുത്തു പോകാൻ മാത്രം ശക്തമായ എന്തോ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അദ്ദേഹം കോൺഫ്രണ്ട് ചെയ്തിരുന്നു എന്നുള്ളത് സൈക്കോളജിക്കലി അതിൽ നിന്ന് എവിഡൻ്റ് ആണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ പ്രവാചകൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഉണ്ടാക്കുക? ഭാവിയിൽ സൈക്കോളജി പഠിച്ച കുറേ ആളുകൾ വന്ന് ഞാൻ ഈ പറയുന്നത് അനലൈസ് ചെയ്യും, അപ്പോൾ അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള കുറേ ഇവൻറ്റ്സുകളെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്ന് കരുതിയിട്ട് ഒരിക്കലും ഉണ്ടാക്കില്ലല്ലോ. അത് വളരെ ക്ലിയർ ഇവൻ്റാണ്, ഇനി എവിഡൻ്റാണ്. അതുപോലെ തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ മീറ്റ് ചെയ്യാൻ പ്രവാചകൻ കാണിച്ചത്. അതായത് നമ്മൾ വളരെ പേടിക്കുന്ന ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൽ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട, നമ്മൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരാളെ കാണാനാണ് ശ്രമിക്കുക. പ്രവാചകൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എത്തിപ്പെടാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ക്ലിയർലി എവിഡൻ്റ് ആണ് അദ്ദേഹം അത്രയും ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. എന്ന് മാത്രമല്ല, അത്രയും ദൂരെയുള്ള ഒരു പർവ്വതത്തിൽ നിന്ന്, ഒരു ഗുഹാമുഖത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ മാറാതിരുന്ന, അപ്പോഴും കയ്യിലെ തണുപ്പൊന്നും വിട്ടു പോകാതിരുന്ന, അത്രയും സമയം അതിനെ നിലനിർത്തിയ അത്രയും ഗ്രേറ്റർ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കണം അവിടെ നടന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അതിന് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ ഇറ്റ്സ് ക്ലിയർലി എവിഡൻ്റ് ആണ് പ്രവാചകൻ കള്ളം പറഞ്ഞിട്ടില്ല. അത് വേറെ കുറേ കാര്യങ്ങളോട് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ പ്രവാചകൻ എവിടേക്കാണ് തന്നെ അറിയിക്കാതെ പോകുന്നതെന്ന് കരുതി നോക്കുമ്പോൾ പ്രവാചകൻ തനിയെ പോയി മാറി നിൽക്കുകയും എന്നിട്ട് ഒറ്റയ്ക്ക് രാത്രിയിലുള്ള നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും തന്നെ നുണ പറയുന്ന ഒരാൾ ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ആളുകളെല്ലാം ഫൂൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് അതേ പ്രവൃത്തി ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും സൈക്കോളജിക്കലി ഹിസ്റ്റോറിക്കലി ഇത് എവിഡൻ്റ് ആണ്. പ്രവാചകൻ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർലി എവിഡൻ്റ് ആണ്. അതിൽ നിന്ന് എവിഡൻ്റ് ആണ്. ഇനി അദ്ദേഹം പറഞ്ഞ വേറെ കാര്യങ്ങൾ, അദ്ദേഹം പിന്നെ മുൻപ് കടന്നുപോയ മതങ്ങളെക്കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആശയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവനിപ്പോൾ ഈ എക്സോഡസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ എക്സോഡസിനെ കുറിച്ചിട്ട് ബൈബിൾ പറയുന്ന നരേറ്റീവ് എന്താണ്? 6 ലക്ഷം പുരുഷന്മാർ പിന്നെ ഈജിപ്തിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 6 ലക്ഷം പുരുഷന്മാർക്ക് പത്നിമാരുണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഈ ഹിസ്റ്റോറിയൻസ് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു 2 മില്യൺ 2 ദശലക്ഷം മനുഷ്യരുടെ ഒരു പലായനത്തെക്കുറിച്ചാണ് ബൈബിൾ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈവൻ ഈ ബൈബിളിക്കൽ സ്കോളേഴ്സ് തന്നെ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എടുത്ത് കാണിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ 2 ദശലക്ഷം മനുഷ്യർ ഒരിടത്ത് നിന്ന്, ഈജിപ്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രീവിയസ് കൾച്ചർ ഉണ്ടാകും, കൾച്ചറിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. അവരുടെ പാത്രനിർമ്മാണ ശൈലി ഉണ്ടാകും, അവരുടെ വാസ്തുശൈലി ഉണ്ടാകും, അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കുറേ എവിഡൻസുകൾ നമുക്ക് കിട്ടണമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളൊരു എവിഡൻസും ഇവരെത്തിപ്പെട്ട ദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതിൽ നിന്ന് ഇങ്ങനൊരു പലായനം നടന്നിട്ടില്ല എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് സ്ട്രോങ്ങറായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വളരെ സർപ്രൈസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഒരു ബൈബിളിക്കൽ സ്കോളർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനകത്ത് എക്സോഡസിനെ കുറിച്ചിട്ടുള്ള വളരെ അക്കാദമിക് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിനോട് അദ്ദേഹം മറുപടി പറയാൻ ശ്രമിക്കുന്നത്, ശരിയായിരിക്കാം, അങ്ങനെ 2 മില്യൺ ജനങ്ങൾ അങ്ങനെ ഒരു പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു എവിഡൻസ് കിട്ടേണ്ടതാണ്. അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അത് എക്സോഡസ് സംഭവിച്ചു എന്നുള്ളതിനെ നിരാകരിക്കുന്നില്ല, ഈ പലായനം നടന്നു എന്നുള്ളതിനെ നിരാകരിക്കുന്നില്ല. മറിച്ച് ഒരുപക്ഷെ 2 ദശലക്ഷം മനുഷ്യരുടെ പലായനം നടന്നിട്ടില്ലായിരിക്കാം. അത് ഈ നമ്പേഴ്സ് പറയുമ്പോൾ അതിലൊരു എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് ഒരു 1000 ആക്കിയതായിരിക്കാം. അതിനും മറിച്ച് ഒരു സ്മോളർ എക്സോഡസ് എന്നുള്ളതിൻ്റെ കേസാണ് ഞാനിവിടെ വെക്കുന്നതെന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്. അതായത് 6 ലക്ഷം പുരുഷന്മാരും തതുല്യരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്ന
ആ ഒരു വലിയൊരു പിക്ചർ ബൈബിള് പറയുമ്പോൾ അതിൽ വളരെ അക്കാദമിക്കായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് പറയുന്നത് അത് പോസിബിൾ അല്ല. ഈവൻ ക്രിസ്ത്യൻസ് തന്നെയാണ് പറയുന്നത് അത് പോസിബിൾ അല്ല എന്നുള്ളത്. പക്ഷേ ഈ ഇമ്പോസിബിലിറ്റിയെ സംബന്ധിച്ച് ഈ അക്കാദമിക് സ്കോളേഴ്സ് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ ഒരൊറ്റ വചനത്തിനകത്ത് പറയുന്നുണ്ട്. ഫിർഔൻ ഈ ഒരു സംഭവത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള ഭാഗം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, അവർ ചെറിയ ഒരു കൂട്ടം മാത്രമാകുന്നു, നമ്മൾ സംഘടിതരും ശക്തരുമാകുന്നു എന്നുള്ള സ്വഭാവത്തിലുള്ള ഒരു പാസേജിലൂടെ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രമാത്രം വികസിച്ച് നമ്മൾ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇതൊക്കെ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളിലെല്ലാം പിന്നെ ഈ പറഞ്ഞ പഠനങ്ങളെല്ലാം നടത്തി എന്നിട്ട് നമ്മൾ ഫൈനലി എത്തുന്ന കൺക്ലൂഷനും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എക്സാക്ട്ലി സെയിം ആയിട്ട് യോജിച്ച് പോകുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തും ഇങ്ങനെ എന്താ പറയുക എങ്ങനെയെങ്കിലുമൊക്കെ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിനപ്പുറം നമ്മൾ സയൻറ്റിഫിക് റീസണിങ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളത് ഹീസ് മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നുള്ളത് മാത്രമാണ്. ഇതുപോലെ തന്നെ മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഖുർആൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഗൊമോറ എന്ന് പറയുന്ന പ്രദേശം, സോഡോം എന്ന് പറയുന്ന പ്രദേശങ്ങളുടെ നാശത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ അത് ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്. അതിന് ഇസ്ലാം ഖുർആൻ നൽകുന്ന പിക്ചർ തന്നെ ഇങ്ങനെയാണ്. അതായത് പ്രഭാതത്തോടെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. പിന്നെ രണ്ടാമത്തെ ഇവൻ്റായിട്ട് പറയുന്നത് ആ ദേശം തലകീഴായി മറിക്കപ്പെട്ടു. മൂന്നാമത് പറയുന്നത് ഉപരിലോകത്ത് നിന്നുള്ള ചുടുകട്ടകൾ അവർക്ക് മേലെ പ്രഹരിക്കപ്പെട്ടു, തീയോടുകൂടിയുള്ള ചുടുകട്ടകൾ അവർക്ക് മേൽ പ്രവഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ഖുർആൻ പറയുന്ന പിക്ചർ. ഇതിൽ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയുള്ള ഒരു നാച്ചുറൽ ഇവൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുകളിൽ നിന്ന് ഈ അഗ്നി ഉൾക്കൊള്ളുന്ന തീഗോളങ്ങൾ ഉൾക്കൊള്ളുന്ന കല്ലുകൾ ഭൂമിയിലേക്ക് പതിക്കുക എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഭൂമി തലകീഴായി മറിക്കപ്പെടുക എന്നുള്ളത്. കാരണം ഇത് എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഫിനോമെനൻ, ഒരു പ്രകൃതി പ്രതിഭാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഖുർആൻ വിശദീകരിച്ച ഈ സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു ഇവൻ്റ് ശരിക്ക് ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റഷ്യയിൽ ടങ്സ്ക ഇവൻ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ വായിക്കാം. എ സ്മാളർ എയർ ബേസ്റ്റ് ഒക്യൂർഡ് ഓവർ എ populated area on 15 February 2030 at Chelyabinsk in the Ural district of Russia. The exploded meteoroid was determined to have been an asteroid that measured about 17 to 20 meters across എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് the airbus inflicted over 1,200 injuries mainly from broken glasses falling from windows shattered by its shock wave. ഇതിൽ ഷോക്ക് വേവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേസിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പിക്ചർ, ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ശരിക്ക് കോസ്മിക് എയർ ബേസ്റ്റ് ആണ്. അതായത് ഒരു ഉൽക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഹയർ പ്രഷറിൽ വളരെ റെയർ അവസ്ഥകളിൽ വളരെ ശക്തമായ വിസ്ഫോടനത്തിലേക്ക് എത്താം. അങ്ങനെ വിസ്ഫോടനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ടങ്സ്ക ഇവൻ്റ് എന്നൊക്കെ പറയുന്ന ഇവൻറ്റിൽ ശരിക്കും സംഭവിച്ചതാണ്. അങ്ങനെയുള്ള വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ആ ഒരു വിസ്ഫോടനം അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക. വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം പുറത്തു വരിക അതിൻ്റെ ഷോക്ക് വേവ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഷോക്ക് വേവ്സിന് ശേഷമാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഉപരിലോകത്ത് നിന്ന് ഈ കല്ലുകൾ തീഗോളങ്ങളെല്ലാം ഭൂമിയിലേക്ക് പതിക്കുക എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ടാകുന്നത്. ശരിക്കും നമ്മൾ ഈ ഖുർആൻ്റെ ഈ ഒരു പിക്ചർ, അവിടെ ഖുർആൻ പറയുന്ന ആ ഒരു നരേറ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിയർലി ഈ ഒരു നാച്ചുറൽ ഇവൻറ്റിനെ അതേപോലെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വിസ്ഫോടനം സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഘോര ശബ്ദം പ്രഭാതത്തിൽ അവരെ പിടികൂടി, അവിടെ വിസ്ഫോടനമാണ് പറയുന്നത്. അതിനുശേഷം പറയുന്ന രണ്ടാമത്തെ ഇവൻ്റാണ് ആ ദേശങ്ങൾ തലകീഴായി മറിക്കപ്പെട്ടു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഷോക്ക് വേവ്സ് അത് എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയാണ് ഇത് പ്രവാചകൻ അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഷോക്ക് വേവ്സ് വഴി വളരെ ഹൈലി അത്രമാത്രം പ്രശ്നമുള്ള ഒരു വിസ്ഫോടനമാണെന്നുണ്ടെങ്കിൽ ആ ഷോക്ക് വേവ്സിൻ്റെ ഭാഗമായിട്ട് ആ ദേശം മുഴുവൻ തകരുകയും കീഴ്മേൽ മറിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ആ ദേശത്തേക്ക് ഈ ഉൽക്കാപതനങ്ങൾ ഉണ്ടാകുക. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലുള്ള നാച്ചുറൽ ഇവൻ്റ് ഉണ്ട്, അത് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പറഞ്ഞ ഇവൻറ്റുകളെ വിശദീകരിച്ചത് പോയിൻ്റ് ബൈ പോയിൻ്റ് വളരെ കൃത്യമാണെന്നുള്ളതാണ്. ഇനി വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഈ അടുത്ത നേച്ചറിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ്: ദി നേച്ചർ ആർട്ടിക്കിൾ ഈസ് ടൈറ്റിൽഡ് എ ടങ്സ്ക സൈസ്ഡ് എയർബസ് ഡിസ്ട്രോയിഡ് ടാൽ എൽ ഹമാം
എ മിഡിൽ ബ്രോൺസ് ഏജ് സിറ്റി ഇൻ ദി ജോർദാൻ വാലി നിയർ ദി ഡെഡ് സി. ചാവുകടലിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ന്യൂ എക്സ്കവേഷൻ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ദേശത്തിനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ദേശത്തെ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ ഈ പറഞ്ഞതുപോലെ ഉൽക്കാ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നശിപ്പിക്കപ്പെട്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ന്യൂവർ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നടന്നതിനെക്കുറിച്ച് പറയുന്നത്, ആ പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നത്, ഇതെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയറി പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് എവിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇസ്ലാം പ്രെഡിക്റ്റ് ചെയ്ത ഇതുപോലെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ചരിത്രത്തിൽ നിന്ന് അതിനുള്ള എവിഡൻസ് കിട്ടുന്നുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവിടെ അതിനുള്ള എവിഡൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാമ്പത്തിക ഘടനയെക്കുറിച്ച് ഇസ്ലാം എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണോ അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രീവിയസ് സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച്, പ്രീവിയസ് പ്രോഫിറ്റ്സിനെ കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത്, എങ്ങനെയാണോ പ്രെഡിക്റ്റ് ചെയ്തത്, അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ എണ്ണി പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബാങ് തിയറിക്ക് നമുക്ക് എത്ര തെളിവ് പറയാൻ പറ്റും? ഏറിപ്പോയ 4, 5, 6 ഇനി നമുക്ക് ജസ്റ്റ് ഭാവിയിൽ കണ്ടെത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടെങ്കിലും എവിഡൻസുകൾ അംഗീകരിച്ച് കൊടുത്താൽ ഒരു 10, 20 അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. അതേസമയം ഇസ്ലാമുള്ള എവിഡൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങർ എവിഡൻസ് ആണ്. ഓരോ എവിഡൻസും സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് എവിഡൻസ്, ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് തന്നെയുള്ള എത്രയോ എവിഡൻസ്, അതുപോലെയുള്ള വേറെ എത്രയോ എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് സയൻറ്റിഫിക് റീസണിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഈസ് മോർ റീസൺ ആൾസോ സപ്പോർട്ട്സ് ഇസ്ലാം.